ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നത്തെ ഒരു പുതിയ സൺഡേ കരിയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് 4 വർഷ ഡിഗ്രി പ്രോഗ്രാമിന്റെ പുതിയ അവസരങ്ങളും നേട്ടങ്ങളെ കുറിച്ച് നമ്മളോട് സംസാരിക്കാനായിട്ട് എത്തിയിട്ടുള്ളത് NITയിലെ അസോസിയേറ്റ് പ്രൊഫസർ ആയിട്ടുള്ള ഡോക്ടർ മുഹമ്മദ് ഷാഫി സാറാണ്. ഷാഫി സാറിനെയും അതോടൊപ്പം തന്നെ ഈ പരിപാടി ശ്രവിക്കാൻ എത്തിയിട്ടുള്ള എല്ലാ രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യും. Over to you, Shaf sir. Yes. So, I'm very much audible. Audible ആണ് sir. Okay. ഞാൻ ലാപ്ടോപ്പിൽ കൂടി നോക്കിയപ്പോൾ Good morning all. Assalamu alaikum. Laptop audible ആണല്ലോ അല്ലേ? Audible. Okay. Now we are going to start the session. In fact, നമ്മൾ FIUGPയെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. ബേസിക്കലി നിങ്ങളെല്ലാവരും FIUGPയെ കുറിച്ച് ഒരുപാട് ആശങ്കയിലും പ്രതീക്ഷയിലൊക്കെ ആയിരിക്കും. കുറേ പേര് പ്രതീക്ഷയിലായിരിക്കും, കുറേ പേര് ആശങ്കയിലായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ FIUGP എന്ന് പറഞ്ഞാൽ എന്താണ്, FIUGP എന്തിനാണ്, എങ്ങനെയാണ് അതിൻ്റെ തുടക്കം, പർപ്പസ് എന്താണ്, ആൻഡ് അത് കൂടാതെ ബേസിക്കലി നിങ്ങളുടെ ആശങ്കകൾ തീർക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ട് നമ്മുടെ സിജിയുടെ ഈ സെഷൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം. ഈ FIUGPയെ പറ്റി പറയുമ്പോഴേ FIUGPയെ പറ്റി പറയുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് FIUGP എന്ന ചോദ്യമാണ് ആദ്യമായിട്ട് ആളുകൾക്ക് വരിക. FIUGP എന്ന് പറഞ്ഞാൽ 4-year UG പ്രോഗ്രാം. ഈ 4-year UG പ്രോഗ്രാം ബേസിക്കലി നമ്മൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ കുറച്ച് ലേറ്റ് ആയിപ്പോയി, അല്ലെങ്കിൽ കേരളത്തിൽ കുറച്ച് ലേറ്റ് ആയിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. ബേസിക്കലി ഇത് ദ നീഡ് ഓഫ് ദ അവർ, ദ വേൾഡ് അങ്ങനെയാണ്. അപ്പോൾ ലോകം മുഴുവൻ 4 വർഷത്തെ ഡിഗ്രിയാണ്. യൂറോപ്യൻ യൂണിയനും അമേരിക്കയിലും സിംഗപ്പൂരിലും മലേഷ്യയിലും ബാക്കി എല്ലാ രാജ്യത്തിലും ഡിഗ്രി എന്ന് പറഞ്ഞാൽ 4 വർഷത്തതാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ തന്നെ 3 വർഷങ്ങൾ പരിഹരിച്ചുകൊണ്ട് കുറെ കൂടി ഫ്ലെക്സിബിലിറ്റി അടക്കമുള്ള കുറെ കാര്യങ്ങൾ, കുറെ ഒബ്ജക്റ്റീവൊക്കെ വിശദമായിട്ട് ഞാൻ പറയാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ഓഡിയോ ക്ലിയർ ആണെന്ന് തോന്നുന്നു അല്ലേ? വേറെ എല്ലാവർക്കും കേൾക്കാവുന്നല്ലോ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ, ഗുഡ്. ബേസിക്കലി നമ്മൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വേൾഡ് അടിസ്ഥാനത്തിൽ ഡിഗ്രി എന്ന് പറഞ്ഞാൽ 4 വർഷമാണ്. പിന്നെ നിങ്ങൾ മറ്റൊരു കാര്യം നോക്കാം, ഈ MBBS ആണെങ്കിലും BTech ആണെങ്കിലും ബാക്കിയെല്ലാം 4 വർഷത്തെ ഡിഗ്രി കോഴ്സുകളാണ്. ഡിസിപ്ലിനറി നോളജ് 3 വർഷം കൊണ്ട് അവസാനിക്കുമ്പോൾ നമുക്ക് ഒരു ടോട്ടൽ നോളജിൻ്റെ ഒരു ലാക്ക് ഉണ്ടാകുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമാകാൻ വേണ്ടി തന്നെയാണ് FIUGP നമ്മുടെ രാജ്യം NEP 2020 ശേഷം നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. ഇപ്പോൾ ഇന്ത്യ നടപ്പിലാക്കി തുടങ്ങി ഏകദേശം 2-3 വർഷമായി തുടങ്ങി. പല 3 വർഷത്തെ കോഴ്സ് 3 വർഷം വരെ എത്തി. ഇപ്പം ഇനി 4ാമത്തെ വർഷത്തേക്കാണ് ഇത് പോകുന്നത്. ഇപ്പോഴത്തെ 4ാം വർഷം പല വിദ്യാർത്ഥികളും എന്താണ് 4-year UG പ്രോഗ്രാമിലേക്ക് കയറി കഴിഞ്ഞു. അപ്പം അടിസ്ഥാനപരമായിട്ട് ലോകം ഓടുന്ന ഒരു സ്റ്റെപ്പിൻ്റെ കുറച്ച് ലേറ്റ് ആയിപ്പോയി എന്നൊരു കാരണമാണ് നമുക്കിതിനകത്ത് ആദ്യമായിട്ട് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു പുതിയ സംഭവമോ ഒരു ഇന്നോവേറ്റീവായ ഒരു കാര്യമായിട്ടൊന്നും കണക്കാക്കേണ്ടതില്ല. ബേസിക്കലി എന്താണ് FIUGP കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ഫ്ലെക്സിബിൾ കരിക്കുലം, അതോടൊപ്പം തന്നെ ഒരു മൾട്ടി ഡിസിപ്ലിനറി ആൻഡ് ഫ്ലെക്സിബിൾ കരിക്കുലാണ് ബേസിക്. നമുക്ക് സാധാരണ
നമ്മൾ നിലവിലുള്ള എഡ്യൂക്കേഷനിൽ ഒരു ഡിഗ്രി, ആ ഒരു ഡിഗ്രി ഇപ്പം ബികോം ആണെങ്കിൽ കൊമേഴ്സ് മാത്രമായിട്ട് എടുക്കുന്നു. ആ കൊമേഴ്സിന്റെ എല്ലാ അവിടെയും ഒരു മൂല്യം കൂട്ടി പഠിക്കുന്നു. സത്യം പറഞ്ഞാൽ 12ാം ക്ലാസ് കഴിഞ്ഞ് എങ്ങനെയാണ് നമ്മൾ സ്കൂളിൽ കയറിയത്, കോളേജിൽ കയറിയത്, അതുപോലെ തന്നെ തിരിച്ചറിഞ്ഞാണ് നമ്മുടെ കേരളത്തിൽ പൊതുവായിട്ടുള്ള വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രശ്നം. എന്നാൽ പ്രത്യേകിച്ചൊന്നും നമ്മൾ പഠിക്കുന്നില്ല. ഓക്കെ, പക്ഷേ ഈ 4 വർഷത്തെ ഡിഗ്രിയിൽ കുറച്ചുകൂടിയും ഡിസിപ്ലിനറി ആയിക്കൊണ്ടും ഇന്റർ ഡിസിപ്ലിനറി ആയിക്കൊണ്ടും ഇതിനെ പാകപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കുറച്ചുകൂടി എന്താവും കാര്യങ്ങൾ മനസ്സിലാവുന്ന ഒരു കാഴ്ചപ്പാട് തന്നെയാണ് ഇതിന്റെ അടിസ്ഥാനം. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മൾ മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഉദാഹരണമായിട്ട് പറയാം. കൊമേഴ്സ്, ഈ കൊമേഴ്സ് പഠിക്കുന്ന ആളുകൾക്ക് ഒരു കൊമേഴ്സ് മാത്രമായിട്ട് തുടങ്ങി കൊമേഴ്സ് മാത്രമായിട്ട് അവസാനിക്കുന്നത്. എല്ലാവർക്കും ഒരൊറ്റ വാക്യം കൊമേഴ്സിനെ കുറിച്ചുള്ളത് അക്കൗണ്ടിങ് മാത്രമാണ്. കൊമേഴ്സ് പഠിച്ചവൻ അക്കൗണ്ടിങ് മാത്രമേ പഠിക്കുന്നുള്ളൂ എന്നൊരു ഫീലിംഗ് ആണ് ഉണ്ടാവുക. പക്ഷേ ഈ കൊമേഴ്സിനോടൊപ്പം ഡാറ്റ അനാലിറ്റിക്സ് വെക്കാം, ഫിസിക്സിനോടൊപ്പം എക്കണോമിക്സ് വെക്കാം, ഇംഗ്ലീഷിനോടൊപ്പം മീഡിയ സ്റ്റഡീസ് വെക്കാം, മാനേജ്മെന്റിനോടൊപ്പം നമുക്ക് BBA കൂടെ AI വെക്കാം, മെഷീൻ ലേണിംഗ് വെക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ട് ഒരു കോമ്പിനേഷൻ ഓഫ് ഇന്റർ ഡിസിപ്ലിനറി മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചാണ് ബേസിക്കലി ഇതിനകത്ത് ഏറ്റവും പ്രധാനം. അതിന് നമ്മൾ പറയുന്ന പേരാണ് മൈനർ ആൻഡ് മേജർ. ഇപ്പം ഞാൻ ഇതിനെപ്പറ്റി പറയുമ്പോൾ സാധാരണ കേരളത്തിലെ കോളേജുകളൊക്കെ FIUGPയിലേക്ക് കാലെടുത്ത് വെക്കുന്നുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരിത് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഞങ്ങൾ NIT കാലിക്കറ്റിലും IITകളിലും മറ്റ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം വളരെ കാലങ്ങളായിട്ട് നടത്തി വരുന്ന എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിന് വേണ്ടി നടത്തി വരുന്ന സംവിധാനത്തിന്റെ ഒരു ചെറിയ രൂപം, അല്ലെങ്കിൽ അതോടൊപ്പം അതിനോട് കടപിടിക്കുന്ന രൂപം കേരളത്തിൽ എന്ത് ചെയ്യാണ് ഇപ്പോൾ FIUGP വഴി നടപ്പിലാക്കുക. ചിലപ്പോൾ ഞങ്ങളിത് നേരത്തെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സംഗതിയാണ്. ഞങ്ങൾ ബിടെക്കിനെ സംബന്ധിച്ചിടത്തോളം മേജർ മൈനർ ഡിസിപ്ലിൻ അടക്കമുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി അതിൻ്റെ ഒരു രൂപം തന്നെയാണ് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് ഇത് വരുന്നത്. ഇത് വരുന്ന സമയത്ത് കുറേ ചാലഞ്ചസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോഴും ഒരു ഇൻഫന്റ് സ്റ്റേജിലാണ് കേരളത്തിൽ. സത്യം പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ ഒരു ക്ലിയർ വിഷൻ ആൻഡ് മിഷൻ ഇപ്പോഴും സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ബാച്ചുകളിലൊക്കെ അതിൻ്റെതായ പോരായ്മകൾ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ എന്ത് ചെയ്യാണ്, കൂടുതൽ ഡ്രോപ്പ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. പല രീതിയിലും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഇല്ലാന്ന് ഫീൽ ചെയ്യുന്ന കുറേ കുട്ടികളൊക്കെ ഉണ്ട്. പക്ഷെ അടിസ്ഥാനപരമായിട്ടൊരു മാറ്റം വരുന്ന സമയത്ത് ആ മാറ്റത്തിലേക്ക് അഡാപ്റ്റ് ആവാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. ആ സമയത്തിന്റെ ഒരു ഫേസ് ഷിഫ്റ്റിന്റെ സമയത്താണ് നമ്മളിപ്പോൾ ഇതിലേക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് മേജർ മൈനർ എന്ന് പറഞ്ഞാൽ നമുക്ക് കൊമേഴ്സ് ഒരു മേജറായിട്ട് എടുക്കുന്ന സമയത്ത് മൈനർ ആയിക്കൊണ്ട് നമുക്ക് മറ്റൊരു ഡിസിപ്ലിൻ എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു കൊമേഴ്സ് ആൻഡ് ഡാറ്റ അനാലിറ്റിക്സ്. ഡാറ്റ അനാലിറ്റിക്സ് പഠിപ്പിക്കാൻ പറ്റിയ അധ്യാപകർ കോളേജിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാ കോളേജിലും ഉണ്ടാവണമെന്നില്ല. ഉള്ള കോളേജുകളിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെതായ ഗുണം എല്ലാവർക്കും കിട്ടും. ബേസിക്കലി ഈ മൈനർ എടുക്കുന്ന സാധനങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അതിന് പറ്റിയ, ഇപ്പോൾ നിങ്ങൾ കൊമേഴ്സ് ആൻഡ് ഡാറ്റ അനാലിറ്റിക്സ് എടുക്കുമ്പോൾ ഓക്കെ, അത് അങ്ങനെ പറയാം. ഈ കൊമേഴ്സിൻ്റെ കൂടെ തന്നെ എക്കണോമിക്സ് എന്ത് ചെയ്യാം, വേണമെങ്കിൽ മൈനറായിട്ട് എടുക്കാം. അതിനെന്തായാലും ഒരു അധ്യാപകരുണ്ടാവാം. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്കൊരു മേജറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്പെഷ്യലൈസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമുക്കൊരു മൈനർ ആയിക്കൊണ്ട് ഒരു ഡിഗ്രിയുടെ ഒരു ചെറിയൊരു രൂപം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള മൈനറുകളാണ് അടിസ്ഥാനപരമായിട്ട് NEPയുടെ വിഷൻ. പിന്നെ നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് പറയാം, ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ അവിടെ ഒരു കോളേജിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇംഗ്ലീഷും മാസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മലയാളവും മാസ് കമ്മ്യൂണിക്കേഷൻ തമ്മിൽ എപ്പോഴും മാച്ച് ആയിട്ട് പോകും. സ്വാഭാവികമായിട്ടും മലയാളം എടുക്കുന്ന ആൾക്ക് മാസ് കമ്മ്യൂണിക്കേഷൻ്റെ മൈനർ എന്ത് ചെയ്യാൻ പറ്റും, ഓപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഈ മേജർ മൈനർ സിസ്റ്റത്തിന്റെ പ്രത്യേകത. അതിനാൽ ബേസിക്കലി ഒരു മേജർ ഉണ്ടാവും, ആ മേജറോടൊപ്പം തന്നെ അപ്പുറത്തൊരു മൈനർ ഡിഗ്രി പ്രോഗ്രാമും കൂടി ഉണ്ടാവും എന്നുള്ളതാണ് ഒരു മേജർ മൈനറിന്റെ അടിസ്ഥാനമായിട്ട് കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്ക് നമ്മുടെ നാട്ടിൽ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ എൻട്രി ആയിരുന്നു. എന്ന് പറഞ്ഞാൽ 1ാം ക്ലാസ് കയറുക, 3ാം ക്ലാസ്സിൽ ഇറങ്ങാം, അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ ഡിഗ്രി കയറുക, 3ാം വർഷത്തിൽ ഇറങ്ങുക എന്നുള്ളതാണ്. നമ്മുടെ പുതിയ NEP വിഭാവനം ചെയ്യുന്നത് മൾട്ടിപ്പിൾ എൻട്രി മൾട്ടിപ്പിൾ എക്സിറ്റ് ആണ്. നമുക്ക് 1ാം ക്ലാസ് കയറിയിട്ട് 2ാം ക്ലാസ്സിൽ ഇറങ്ങാം, ഫസ്റ്റ് ഇയറിൽ ഇറങ്ങി സർട്ടിഫിക്കറ്റോട് കൂടി ഇറങ്ങാം. ഇപ്പോൾ ആളുകൾക്കൊക്കെ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ 1 ഇയർ മതി, ആ 1 ഇയറിന് എന്തെങ്കിലും ഒരു സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ കിട്ടിക്കൊണ്ട് മാറുക എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് നമ്മുടെ +2 സ്റ്റുഡൻസ് ഒക്കെ അനുഭവിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയർ കയറിയിട്ട് നമ്മൾ സർട്ടിഫിക്കറ്റ് മാത്രം വാങ്ങിയിട്ട് ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് ഇറങ്ങാം. സെക്കൻഡ് ഇയർ കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഡിപ്ലോമ എടുക്കാം. ഫസ്റ്റ് ഇയർ കഴിഞ്ഞാൽ നമുക്ക് ഡിപ്ലോമ ഇൻ കൊമേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇൻ കൊമേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇൻ എക്കണോമിക്സ് ആയിരിക്കും, സർട്ടിഫിക്കറ്റ് ഇൻ ഇംഗ്ലീഷ് ആയിരിക്കും. അതേ സമയത്ത് സെക്കൻഡ് ഇയറിൽ നമുക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഡിപ്ലോമ ഇൻ ഇംഗ്ലീഷ്, ഡിപ്ലോമ ഇൻ കൊമേഴ്സ്, ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ്, അങ്ങനെ പേരിലാണ് വരിക. 3ാമത്തെ വർഷം നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, UG ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്ക് കൊമേഴ്സ് ആണെങ്കിൽ BCom, BBA, BSc ഈ പേര് വരും. 4ാമത്തെ വർഷം നമ്മൾ ഇറങ്ങുമ്പോഴാണ് നമുക്ക് UG ഹോണേഴ്സ് വരിക. എന്ന് പറഞ്ഞാൽ BBA ഹോണേഴ്സ്, BCom ഹോണേഴ്സ്, BSc ഹോണേഴ്സ് എന്ന പേരിൽ ഇറങ്ങാൻ പറ്റും.
അതോടൊപ്പം തന്നെ 4-ാമത്തെ വർഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ റിസർച്ച് കോമ്പണന്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് BBA റിസർച്ച്, ഹോണേഴ്സ് വിത്ത് റിസർച്ച്, BCom ഹോണേഴ്സ് വിത്ത് റിസർച്ച് എന്ന പേരിൽ ഇറങ്ങാൻ പറ്റും. അപ്പം എന്ന് പറഞ്ഞാൽ 4 വർഷം നമുക്ക് ആദ്യത്തെ വർഷം നമ്മൾ എക്സിറ്റ് അടിച്ചു, എന്നിട്ട് നമ്മൾ തേരാപാര നടക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിക്ക് പോവുകയോ ചെയ്തിട്ട് പിന്നെ 4 വർഷം കഴിഞ്ഞിട്ട് ഈ കരിക്കുലം അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 2-ാമത്തെ വർഷം നമുക്ക് വേറൊരു കോളേജിൽ പിന്നെ എപ്പോഴെങ്കിലും വേറൊരു കോളേജിൽ സെക്കൻഡ് ഇയറിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ആ രീതിയിൽ നടപ്പിലാക്കാൻ നമ്മുടെ സിസ്റ്റം അത് ഇപ്പോഴും എന്തായിട്ടില്ല, പാകപ്പെട്ടിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് മറക്കാൻ പറ്റില്ല. എന്തെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ വർഷം ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ വർഷം നമ്മൾ നിർത്തിപ്പോയി എന്ന് വിചാരിക്കാം. നമുക്ക് 4-ാമത്തെ വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ട് ആ കോളേജിൽ സെക്കൻഡ് ഇയറിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് ആ കോളേജിൽ സീറ്റ് ഉണ്ടാവില്ല. അപ്പോൾ സീറ്റ് മെട്രിക്സ് അടക്കമുള്ള കുറേ പ്രശ്നങ്ങൾ നിലവിലുണ്ട്. പക്ഷെ ഇതിനെല്ലാം പരിഹരിക്കപ്പെടണം എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് നമ്മുടെ നാട്ടിലുള്ള ഈ NEP വിഭാവനം ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് മാത്രം മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഇൻ ഫ്യൂച്ചർ വളരെ അടുത്ത കാലത്ത് തന്നെ എന്താവും, സ്വാഭാവികമായിട്ട് എക്സിറ്റ് അടിക്കുന്ന സാഹചര്യങ്ങളും എൻട്രി അടിക്കുന്നത്. ഉദാഹരണം, ഒരു കോളേജിൽ 50 സീറ്റാണെങ്കിൽ ഈ 50 സീറ്റ് കഴിഞ്ഞ് നമ്മൾ പാതി വഴിക്ക് ഇറങ്ങി പോരുമ്പോൾ അത് 49 ആവും. അപ്പോൾ വേറൊരാൾക്ക് 49 സീറ്റ് കഴിഞ്ഞ് അടുത്ത വർഷം അവിടെ കയറി കഴിഞ്ഞാൽ ആ ഒരു സീറ്റ് ഫില്ല് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് തന്നെ എല്ലാ കോളേജുകൾക്കും അതിൻ്റെ ഗുണം കിട്ടിക്കോളുന്നില്ല. ചില കോളേജുകൾക്ക് അതിൻ്റെ ഗുണം കിട്ടും, ചില കോളേജുകൾക്ക് അതിൻ്റെ ഗുണം കിട്ടില്ല. കാരണം നമ്മളിപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിലെ സാഹചര്യം വരുമ്പോൾ കോളേജുകൾ ലോക്കൽ കോളേജുകളും അല്ലെങ്കിൽ കുറച്ച് ബ്രാൻഡഡ് കോളേജുകളും റെപ്യൂട്ടഡ് കോളേജുകളും നമുക്ക് പറയാൻ പറ്റുമല്ലോ. അപ്പോൾ ഈ റെപ്യൂട്ടഡ് കോളേജുകൾ വളരെ കുറച്ച് നിലവാരം കുറഞ്ഞ കോളേജ് എന്ന് പറയണ്ട, റേറ്റിംഗിൽ അല്ലെങ്കിൽ റാങ്കിങ്ങിൽ താഴെ കിടക്കുന്ന ആളുകളുടെ മനസ്സിനകത്ത് ഓരോ കോളേജിനും ഓരോ സ്ഥാനം ഉണ്ടാവും. അപ്പോൾ ആ സ്ഥാനത്തിൽ താഴെ കിടക്കുന്ന കോളേജുകളിൽ നിന്ന് ഒരാൾ എക്സിറ്റ് അടിച്ചു കഴിഞ്ഞാൽ അവിടെ ആ കോഴ്സ് ആ സീറ്റ് ഫില്ലാവില്ല. അതേസമയത്ത് നമുക്ക് എല്ലാവർക്കും വേണ്ടത് ഫറൂഖ് കോളേജും ദേവഗിരിയും ഒക്കെ ആയിരിക്കാം, അറിയില്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എല്ലാവരും അവിടേക്കൊരു കണ്ണ് വെക്കുന്ന സമയത്ത് അത് കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഫ്യൂച്ചറിൽ അപ്പോൾ ഈ താഴെത്തട്ടുള്ള കോളേജുകൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചേക്കാം, മേലെത്തട്ടുള്ള കോളേജുകൾക്ക് അതിന് കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ടാവാം. ഒരു കുട്ടി ഇറങ്ങിപ്പോയാൽ തന്നെ വേറൊരു കുട്ടി അവിടെ കയറി വരുന്നുള്ള കാഴ്ചപ്പാടൊക്കെ ഉണ്ടാവാം. അതിന് വേണ്ടിയിട്ട് നേരത്തെ ഉള്ള കോളേജുകൾ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ എന്താവും, സ്വാഭാവികമായിട്ട് രൂപപ്പെടും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ എല്ലാവരും അവനവൻ്റെ കംഫർട്ട് സോണിലായിരിക്കും അധ്യാപകരും പിന്നെ കോളേജുകൾ നിൽക്കുന്നത്. പക്ഷേ നമ്മുടെ കോളേജിൽ നിന്ന് ഡ്രെയിൻ ആവുകയും കൂടുതൽ ആളുകൾ മറ്റിടത്തേക്ക് പോവുകയും എക്സിറ്റ് അടിക്കുകയും ചെയ്യുന്ന കഴിഞ്ഞാൽ ഒരു പ്രഷർ വരും. ആ പ്രഷർ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ കോളേജുകളും ഈ നിലവാരത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യപ്പെടും. അതാണല്ലോ നമ്മുടെ നാട്ടിലൊരു പ്രത്യേകത. നമ്മുടെ കോളേജുകളൊക്കെ എന്താണ്, ഒരു നാട്ടിലെ ഏറ്റവും നാട്ടിൻപുറത്തെ സാധാരണ കോളേജ് ഉണ്ടാവും, ടൗണിലൊക്കെ ഒരു വലിയ കോളേജ് ഉണ്ടാവും. ഈ കോളേജുകൾ തമ്മിൽ ഭയങ്കര അന്തരം ഉണ്ടാവും, പെർഫോമൻസിലും കാര്യങ്ങളൊക്കെ അന്തരം ഉണ്ടാവും. അപ്പം ഈ അന്തരം രൂപപ്പെടുന്ന സമയത്ത് ഒരു കോളേജ് പൂട്ടിപ്പോവുകയോ മറ്റേ കോളേജ് മെച്ചപ്പെടുകയോ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ രണ്ടു തമ്മിലൊരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് വരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വരികയും അതോടൊപ്പം തന്നെ ഈ രണ്ട് കോളേജുകളും ഒരുപോലെ പെർഫോം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് ഒരു പ്രഷർ വരികയും ആ പ്രഷറിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും എന്ത് ചെയ്യും, അതിനെ ആ ഒരു രീതിയിലൊരു മാറ്റം, ഒരു ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ താഴെ തട്ടിൽ പഠിക്കുന്ന കോളേജ് പിന്നെ ഒരു നാട്ടിൻപുറത്തെ കോളേജിൽ പഠിക്കുന്ന ആൾക്ക് കിട്ടേണ്ട ആ ഒരു എൻഹാൻസ്മെൻറ്റ് ഫ്യൂച്ചറിൽ എന്താവും, ഉയർന്നു വരിക തന്നെ ചെയ്യും എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴല്ല, ഏറ്റവും സമീപ ഭാവിയിൽ തന്നെ എന്താവും ഈ രീതിയിലൊരു മാറ്റം വരിക തന്നെ ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ട് ഇത് വരുന്ന സംഗതി. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം നമുക്ക് പറയാനുള്ളത് റിസർച്ച് ഓറിയൻറ്റഡ് അണ്ടർ ഗ്രാജുവേറ്റ് എഡ്യൂക്കേഷനാണ്. നമുക്ക് നിലവിൽ ഇപ്പോൾ നമുക്കൊരു 10 വർഷം മുമ്പോ 15 വർഷം മുമ്പോ ഞാനൊക്കെ UG പഠിക്കുന്നത് റിസർച്ച് എന്ന് പറഞ്ഞ സാധനം എന്താ കേട്ടുകേൾവി പോലും ഇല്ല, കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ആ അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് നമ്മൾ എന്തായി, നമ്മൾ ഇപ്പം റിസർച്ചിനെ കുറിച്ച് എല്ലാവരും കേട്ടുകേൾവി വന്നു തുടങ്ങി. അതോടൊപ്പം തന്നെ ആ റിസർച്ച് നമ്മുടെ കരിക്കുലത്തിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഈ 4 ഇയർ UG പ്രോഗ്രാമിൻ്റെ ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡം. റിസർച്ച് എന്താണ്, നമുക്ക് റിസർച്ച് മെത്തഡോളജി ട്രെയിനിങ് ഉണ്ടാവാം. നമ്മൾ നമ്മുടെ പിന്നെ കരിക്കുലത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് നിർബന്ധമായിട്ട് നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഇന്നൊവേഷൻ ആൻഡ് ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ്. ഇന്നൊവേഷൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇപ്പോൾ നമ്മൾ എപ്പോഴും നമുക്കൊരു NIT കമ്പാരിസൺ വയ്ക്കാം. നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്കൊരു NIT കമ്പാരിസൺ വയ്ക്കാം. ഓക്കെ, എത്ര പേര്, എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? ഒരു NIT കമ്പാരിസൺ വയ്ക്കുന്ന സമയത്ത് പറയാം, ഒരു മിനിറ്റ്, എത്ര പേരായി? 35 പേര്. ഓക്കെ, നമ്മൾ ഇപ്പോൾ NIT കാലിക്കറ്റിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റുഡൻറ്റ് ഒരു സ്റ്റാർട്ടപ്പ് ഇന്നോവേറ്റീവ് ഐഡിയ ഉണ്ടെന്ന് വിചാരിക്കാം.
അപ്പോൾ ഞങ്ങളിപ്പോൾ കൊടുക്കുന്ന ഒരു ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഒരു സ്റ്റുഡൻറ്റ് ഒരു ഇന്നോവേറ്റീവ് ഐഡിയ വെച്ചിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളുടെ NIT ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്ററിൽ ബിസിനസ് ഐഡിയ സ്റ്റാർട്ട് ചെയ്തു. അത് NIT രജിസ്റ്റർ ചെയ്ത് ഒരു ഐഡിയ ഒരു ഭാഗത്ത് തുടങ്ങുകയാണെങ്കിൽ, ഞങ്ങൾ ആ കുട്ടിക്ക് ഒരു വർഷത്തെ ഒരു കോഴ്സ് അവരുടെ ഗ്രേഡിൽ കൂട്ടി കൊടുക്കും. എന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം, ആ കോഴ്സ് പഠിക്കണ്ട. എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ പഠിക്കുന്നവർ നമുക്കൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വർഷം നമുക്ക് 20 ക്രെഡിറ്റോ 30 ക്രെഡിറ്റോ ഉണ്ടെങ്കിൽ, ഈ 30 ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ 10 കോഴ്സ് അല്ലെങ്കിൽ 10 കോഴ്സ് ഉണ്ടാവും. ഈ 10 കോഴ്സ് ഒരാൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ, അല്ല 40 കോഴ്സ് 40 ക്രെഡിറ്റ്, അപ്പോൾ 40 കോഴ്സ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 15 കോഴ്സുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ 10-12 കോഴ്സുകൾ നമ്മൾ ചെയ്യേണ്ടത് മാൻഡേറ്ററി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട കോഴ്സുകളുടെ എണ്ണം അത് 11 ഉണ്ടെങ്കിൽ അത് 1 കുറച്ച് കൊടുക്കും. ഒരു നല്ല ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഒരു വർഷം ഒരു കോഴ്സ് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, അത് അവർ ചെയ്ത ആ ഇന്നോവേറ്റീവ് ഐഡിയയെ ഒരു കോഴ്സായിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട് ആ കോഴ്സിൻ്റെ ഗ്രേഡ് നമ്മൾ ആ ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്ററിൻ്റെ വെരിഫിക്കേഷനും അതൊന്ന് ആ സെൻറ്റർ മാർക്ക് ചെയ്ത് നമുക്ക് തരികയാണെങ്കിൽ അത് നമ്മുടെ ഗ്രേഡ് കാർഡിൽ ആ ഇന്നോവേഷൻ ഐഡിയയെ SIP അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് ഇന്നോവേറ്റീവ് പ്രോജക്റ്റ് എന്ന പേരിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കരിക്കുലത്തിൽ ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് NIT കാലിക്കറ്റ് ഞങ്ങൾ ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ രീതിയിലുള്ളൊരു മാറ്റമാണ് കരിക്കുലത്തിന് പൊതുവായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക് ഇന്നോവേഷൻ മാത്രമല്ല, ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പദ്ധതി എന്ന് പറഞ്ഞാൽ ഓൾറെഡി കുട്ടികൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിന് ഗ്രേഡ് ചെയ്തുകൊണ്ട് ആ ഗ്രേഡ് നമ്മുടെ കരിക്കുലത്തിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നു എന്ന രീതിയാണുള്ളത്. ഇനി ഇത് അധ്യാപകർക്കുണ്ട്. ഞങ്ങൾ പണ്ടൊക്കെ അധ്യാപകർ ജോലി എടുക്കാൻ പാടില്ല എന്നായിരുന്നു, പുറമെ ബിസിനസ് ചെയ്യാൻ പാടില്ല. പക്ഷെ NIT കാലിക്കറ്റിൻ്റെ ഇക്വിറ്റി പാർട്ടിസിപ്പേഷനോട് കൂടി നമ്മളൊരു ബിസിനസ് സംരംഭം NIT ചെയ്യുകയാണെങ്കിൽ, NIT അകത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ, NIT ഒരു പാർട്ട്ണർഷിപ്പും കൊടുക്കുകയാണെങ്കിൽ, ഒരു അധ്യാപകൻ ഒരു സെമസ്റ്ററിൽ 3 കോഴ്സ് എടുക്കണമെങ്കിൽ, 3 സബ്ജക്റ്റ് എടുക്കണമെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് കുറച്ച് കൊടുക്കും എന്ന് പറഞ്ഞാൽ വർക്ക് ലോഡ് കുറച്ച് കൊടുക്കും ഈ ബിസിനസ് ചെയ്യാനായിട്ട്. ഈ രീതിയിലാണ് ഇന്നോവേഷൻ എൻക്വയറി ഈ രീതിയിലേക്ക് മൊത്തം മാറുന്നു എന്നുള്ളതാണ് അവസ്ഥ, നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവായ രീതി. അപ്പോൾ നമ്മൾ ബിസിനസ് സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ട് കൂടുതൽ സാധ്യതകൾ ഉണ്ടാക്കാനുള്ള ഒരു പദ്ധതി കൂടിയാണ് NEP കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്നില്ല, പക്ഷെ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് നടപ്പിലാക്കും. പിന്നെ 4മത്തെ കാര്യം അക്കാഡമിക് ഫ്ലെക്സിബിലിറ്റി ആൻഡ് മൊബിലിറ്റിയാണ്. ക്രെഡിറ്റ് ഫ്ലെക്സിബിലിറ്റി, മൊബിലിറ്റി എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ സ്റ്റുഡൻസ് ക്യാൻ ചേഞ്ച് കോളേജസ് അല്ലേ, നേരത്തെ പറഞ്ഞു കോളേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. ബേസിക്കലി ഈ FIUGPയുടെ അടിസ്ഥാനം വരുന്നത്, അത് FIUGPയോട് കൂടെ തന്നെ നിങ്ങൾ വായിക്കേണ്ടത് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. നമ്മുടെ കോഴ്സ് നിങ്ങളൊക്കെ അത് കാണാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പിന്നെ 10ാം ക്ലാസ് 12ാം ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഈ ഒരു അഡ്മിഷൻ, ഈ അഡ്മിഷന് ചേരുന്ന ഓരോ സബ്ജക്റ്റുകളും, ഞാൻ ഈ കോഴ്സ് എന്ന വാക്ക് NITയിലെ വാക്കാണ്, ഞാൻ കോഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സബ്ജക്റ്റാണ്, അത് മനസ്സിലാക്കുക. അപ്പോൾ ഒരു കോഴ്സ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിലുള്ള സാധനമാണ് അത്. കോഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ അക്കൗണ്ടിങ്, മാർക്കറ്റിംഗ്, ഫിനാൻസ്, ഇതൊക്കെ ഓരോ കോഴ്സുകളാണ് ഞങ്ങൾക്ക്. അല്ലാതെ നിങ്ങൾ കോഴ്സ് എന്ന് പറഞ്ഞാൽ BCom MCom എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ കോഴ്സ് ഉണ്ടാവുക. അതുകൊണ്ട് ഞാൻ കോഴ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും നിങ്ങളത് മനസ്സിലാക്കുക. അപ്പം ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ്, ഈ സബ്ജക്റ്റ് നമ്മുടെ ബാങ്ക് ഓഫ് ക്രെഡിറ്റിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു BCom കുക്ക് ചെയ്യാനായിട്ട്, ഒരു BCom ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു BTech ഉണ്ടാക്കാൻ 150 ക്രെഡിറ്റാണ് വേണ്ടത്. 150 ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ അതിനൊരു 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 50 സബ്ജക്റ്റുകൾ എന്ന് പറയാൻ പറ്റും. 50 കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്താൽ ഒരു BCom ഒരു BTech ആവുള്ളൂ. അതുപോലെ തന്നെ BCom BBA ഒക്കെ ആ രീതിയിൽ 50, 60, 40 ആയിരിക്കും നമ്പർ. അപ്പം ഇത്രയും നമ്പർ ഓഫ് കോഴ്സ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു ബുഫേ സിസ്റ്റമാണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ പ്ലേറ്റിൽ നിന്ന് എടുത്ത് ഈ പ്ലേറ്റിലേക്ക് വെക്കുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു അന്തിമമായി എൻവിസേജ് ചെയ്യുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു ഡിഗ്രി സ്വന്തമായിട്ട് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ NPTEL പോയിട്ടൊരു കോഴ്സ് എടുക്കുന്നു, IIT പോയിട്ടൊരു കോഴ്സ് എടുക്കുന്നു, NIT കാലിക്കറ്റിൽ വന്നിട്ട് ഓൺലൈനായിട്ട് ഓഫർ ചെയ്യുന്ന ഒരു കോഴ്സ് എടുക്കുന്നു. അങ്ങനെ പല സ്ഥലത്തു നിന്നും പല കോഴ്സുകൾ എടുത്തുകൊണ്ട് നിങ്ങളൊരു പ്ലേറ്റിലാക്കിയിട്ട് ഭാവിയിൽ, ഇപ്പോഴത്തെ അവസ്ഥയിൽ നടക്കുന്നേ ഇല്ല, ഇന്ത്യയിലും NITയിലൊന്നുമില്ല, പക്ഷെ ഫ്യൂച്ചർ കാണുന്നത് പല കോഴ്സുകളും ഒരു പ്ലേറ്റിലാക്കിക്കൊണ്ട് ഒരു BTechന് ആവശ്യമായ ചേരുവകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, MOOC ആയിക്കൊണ്ടും ഓൺലൈൻ ആയിക്കൊണ്ടും എടുത്തിട്ട് നമ്മുടെ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്കാണ്, നമ്മുടെ ഒരു ബാങ്ക് പാസ്ബുക്ക് പോലെ നമ്മൾ കോഴ്സ് പാസ്ബുക്കാണ്. അപ്പോൾ ഈ കോഴ്സ് പാസ്ബുക്കിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു BTechന് വേണ്ട ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള കോഴ്സ് റിക്വയർമെൻ്റ് ആയിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു കോഴ്സായിട്ട് റെക്കഗ്നൈസ് ചെയ്യും, ഒരു പ്രോഗ്രാമായിട്ട് റെക്കഗ്നൈസ് ചെയ്യും. അതിന് BTech എന്ന പേരിട്ട് കൊടുത്തിട്ട് അതിന് ആ രീതിയിലേക്ക് ഗ്രാജുവേറ്റ് ചെയ്യുക എന്നുള്ളൊരു പദ്ധതിയാണ് അടിസ്ഥാനപരമായിട്ട് ഫ്യൂച്ചറിലൊക്കെ വരാൻ പോകുന്ന ഒരു ലക്ഷ്യം. അത് ഇൻ്റർനാഷണലി സാധ്യമായിട്ടില്ല, ഇന്ത്യയിലും സാധ്യമായിട്ടില്ല, പക്ഷേ
വരും ഭാവിയിൽ അത് തന്നെ സംഭവിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് അക്കാഡമിക് മൊബിലിറ്റി ആൻഡ് ക്രെഡിറ്റ് ഫ്ലെക്സിബിലിറ്റിയാണ്. ഇപ്പം ഒരാൾ NIT കാലിക്കറ്റിൽ അഡ്മിഷൻ എടുത്തിട്ട് അയാൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് IIT സെക്കൻഡ് ഇയറിൽ IITയിൽ പോകുന്നു, IIT മദ്രാസ് പോകുന്നു, തേർഡ് ഇയറിൽ IIT ഡൽഹിയിൽ പോകുന്നു, ഫോർത്ത് ഇയറിൽ അയാൾ IIT ഗുവാഹട്ടി പോയിട്ട് IIT ഗുവാഹട്ടിയിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയി വരുന്ന ഒരു സ്കീമാണ്. നിലവിൽ നടപ്പിലായിട്ടില്ലെങ്കിലും ഫ്യൂച്ചറിലൊക്കെ നടപ്പിലാവാൻ സാധ്യതയുള്ള സംഗതി. പക്ഷെ കാരണം എന്താ, നിങ്ങൾ പിന്നെ കോഴിക്കോടുള്ള ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നു, തേർഡ് ഇയറിൽ നമ്മൾ മറ്റൊരു കോളേജിലേക്ക് അഡ്മിഷൻ മാറുന്നു. കാരണം നമ്മുടെ കോഴ്സ് അവിടെ എന്തുണ്ട്, നമ്മുടെ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റിൽ അവിടെ കിടപ്പുണ്ട്. നമുക്ക് ഫസ്റ്റ് ഇയറിൽ ആവശ്യമുള്ള കോഴ്സുകളെല്ലാം നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ഇയറിൽ ആവശ്യമുള്ള കോഴ്സുകൾ മറ്റൊരു കോളേജിൽ നിന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ കോഴ്സ് മറ്റൊരു കോളേജിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് BCom കിട്ടാനുള്ള ചേരുവ ആയി കഴിഞ്ഞാൽ നമുക്കൊരു BCom കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പേരിൽ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയോ കേരള യൂണിവേഴ്സിറ്റിയുടെ പേരിൽ നമുക്ക് കിട്ടുന്നതാണ് ഇതിൻ്റെ ഒരു ലാർജർ ഒബ്ജക്റ്റീവ്. പക്ഷെ ഏറ്റവും മിനിമം നമ്മുടെ നാട്ടിലിപ്പോൾ കോളേജുകൾ മാറുക എന്നുള്ള ആ ഒരു ബേസിക് സംഗതി തന്നെ നടപ്പിലാവുന്നത് കൊണ്ട് തന്നെ നിലവിൽ നമുക്കത് പ്രത്യക്ഷത്തിൽ വ്യത്യാസമൊന്നും ഇല്ലെങ്കിലും നമ്മൾ സത്യം പറഞ്ഞാൽ ആ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിൽ കാണേണ്ടി വരും. അപ്പം പിന്നെ ട്രാൻസ്ഫർ ക്രെഡിറ്റ് അത് മറ്റൊരു കാര്യമാണ്. ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഇപ്പം നിങ്ങൾ ഈ മൊബിലിറ്റിയോട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കോളേജിൽ ഒരു കോഴ്സ് ഇല്ല, ഒരു സബ്ജക്റ്റ് ഇല്ല, അപ്പം പക്ഷെ അത് ഓൺലൈനിൽ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഓൺലൈനിൽ ആ കോഴ്സ് നിങ്ങൾ ക്രെഡിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അത് നിങ്ങളുടെ കോഴ്സിലേക്ക് ആഡ് ചെയ്ത് നിങ്ങളുടെ ബാങ്കിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഓഫർ ചെയ്യുന്ന കോഴ്സ് ഒഴിവാക്കിയിട്ട് പകരം നിങ്ങൾ പുറത്തുനിന്നൊരു കോഴ്സ് അതിലേക്ക് ആഡ് ചെയ്ത് അത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമ്മുടെ ക്രെഡിറ്റ് കാർഡിലേക്ക് ആഡ് ചെയ്യാനുള്ള അത്രയും ഫ്ലെക്സിബിലിറ്റിയാണ് നമ്മൾ ഫ്യൂച്ചറിൽ കാണുന്നത്. പക്ഷെ നിലവിൽ അതും നടപ്പിലായിട്ടില്ല. പക്ഷെ അടിസ്ഥാനപരമായിട്ട് ഇങ്ങനെയൊക്കെ ഉള്ളൊരു കോമ്പിനേഷനാണ് ബേസിക്കലി 4 ഇയർ UG പ്രോഗ്രാമിൻ്റെയും ഈ ഒരു NEP 2020-ൻ്റെയും അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതെല്ലാം നിങ്ങൾ അടുത്ത വർഷം ജോയിൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അതിൻ്റെ സെക്കൻഡ് ഇയറോ തേർഡ് ഇയറോ ആകുമ്പോഴേക്കും ഈ ഒരു മാറ്റത്തിലേക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സംഗതികൾ വരാൻ പറ്റും. ഇതിനകത്ത് പറയേണ്ട ഒരു കാര്യം നാഷണൽ ക്രെഡിറ്റ് ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞ സംഗതി ഉണ്ട്. അപ്പം ഒരു ഡിഗ്രി പാസ്സാവാൻ ഇത്ര ക്രെഡിറ്റ് വേണം, ഒരു PG പാസ്സാവാൻ ഇത്ര ക്രെഡിറ്റ് വേണം, ഒരു സർട്ടിഫിക്കറ്റ് ഇട്ട് എത്ര ക്രെഡിറ്റ് വേണം എന്ന് കൃത്യമായിട്ട് ഒരു ഡ്രോയിങ് വരച്ചു കഴിഞ്ഞാൽ ആ സംഗതി പ്രകാരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡിഗ്രിക്ക് എലിജിബിൾ ആവും എന്നുള്ളതാണ് അടിസ്ഥാനമായിട്ട് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഞാൻ വളരെ പെട്ടെന്ന് പോകാം. അടുത്തൊരു കാര്യം ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഫാസ്റ്റ് ട്രാക്ക് ഡിഗ്രി കംപ്ലീഷൻ. കേരള യൂണിവേഴ്സിറ്റി ഒക്കെ നടപ്പിലാക്കിയ സംഗതിയാണ് ഫാസ്റ്റ് ട്രാക്ക് ഡിഗ്രി. നമുക്ക് 2.5 വർഷം കൊണ്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാം, 3.5 വർഷം കൊണ്ട് ഹോണേഴ്സ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ക്രെഡിറ്റ് ആക്സിലറേഷൻ എന്ന പദ്ധതിയുണ്ട്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കോഴ്സുകൾ നേരത്തെ എടുത്തിട്ട് നേരത്തെ ഇറങ്ങാം. ചില ആളുകളൊക്കെ ചെയ്യുന്നുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ നേരത്തെ ക്ലാസ് ഇട്ട് ഇറങ്ങി പോകുന്ന രീതി പോലെ നേരത്തെ കോഴ്സ് പിന്നെ അവസാനിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഗൾഫ് പോവുകയോ അല്ലെങ്കിൽ മറ്റൊരു ജോലിക്ക് നോക്കുകയോ ഒക്കെ ചെയ്യാമല്ലോ. അപ്പം നേരത്തെ തീർക്കാതുള്ളൂ. അപ്പോൾ ഞാനൊക്കെ ചെറുപ്പത്തിൽ പത്രം വായിക്കുന്ന സമയത്ത് 10ാം ക്ലാസ് പഠിക്കുന്ന കാലത്ത് 6 മാസം കൊണ്ട് SSLC, 6 മാസം കൊണ്ട് ഡിഗ്രി, 6 മാസം കൊണ്ട് PG എന്നൊക്കെ പണ്ട് പല പേപ്പറിലൊക്കെ കണ്ടിരുന്നു. അന്നൊക്കെ വേറെ യൂണിവേഴ്സിറ്റികളൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അതൊരു തട്ടിപ്പായിരുന്നെങ്കിലും അല്ലെങ്കിൽ പലരെയും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ SLCക്ക് വേണ്ടിയുള്ള മൊത്തം സംഗതികളൊക്കെ 6 മാസം കൊണ്ട് തീർത്ത് വേഗം എക്സാം എഴുതിപ്പിക്കുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു. 6 മാസം കൊണ്ട് SSLC എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ SLC നമുക്ക് സെപ്റ്റംബർ SSLC ഉണ്ടായിരുന്നു, മാർച്ച് SSLC ഒക്കെ ഉണ്ടായിരുന്നു ആ കാലത്ത്. അപ്പോൾ ആ സംഗതി ആണ് ഞാനിപ്പോൾ ഓർക്കുന്നത്. എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ആക്സിലറേറ്റഡ് ആയിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ചില അത്ഭുത ബാലന്മാരൊക്കെ ഉണ്ട്. അത്ഭുത ബാലന്മാരൊക്കെ 10ാം വയസ്സിൽ 20ാം വയസ്സിലൊക്കെ PhD കംപ്ലീറ്റ് ആക്കുന്ന രീതിയിലേക്കൊക്കെ വരുന്നുണ്ട്. യൂറോപ്പിലൊക്കെ അത് നടക്കും, ഇന്ത്യക്ക് പുറത്ത് നടക്കും. എങ്ങനെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ 10+2+3+ എന്ന് പറഞ്ഞിങ്ങനെ പോകും. 10 കഴിഞ്ഞ് 12 കഴിഞ്ഞ് പിന്നെ ഒരു 3 കഴിഞ്ഞ് പിന്നെ അങ്ങനെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, അല്ലാതെയും ഒരാൾക്ക് കഴിവുണ്ടെങ്കിൽ ചില അത്ഭുത ബാലന്മാർ IITയുടെ MTechനേക്കാൾ നിലവാരത്തിൽ ചിന്തിക്കുമ്പോൾ അവരെ ആ രീതിയിലേക്ക് മാറ്റാനുള്ള സ്കീമൊക്കെ നിലവിലുണ്ട്. അതിൻ്റെ ഒരു ചെറിയ രൂപമായിട്ട് കണക്കാക്കിയാൽ മതി. ആർക്കെങ്കിലും കൂടുതൽ സാധ്യതകൾ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. 6ാമത്തെ ഒരു കാര്യമായിട്ട് പറയുന്നത് ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷനാണ് FIUGPയുടെ ഒരു പ്രത്യേകത. ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് ആയിരുന്നു. ഇപ്പം നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ടാണല്ലോ പറയാം. പക്ഷേ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ മൊത്തത്തിലൊരു ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് മാറിയതാണ്. ഇതൊരു ഇൻ്റർനാഷണൽ ടെർമിനോളജിയാണ്. വാഷിങ്ടൺ അക്കോർഡ് വന്ന ശേഷം ഔട്ട്കമിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു കുട്ടി കയറിയിട്ട് ഇറങ്ങുന്ന സമയത്ത് അവൻ എന്ത് നേടി എന്നതിനെ അസസ് ചെയ്യുന്നതിനാണ് ഔട്ട്കം എന്ന് പറയാം. അപ്പം ഒരു കോഴ്സ്, ഒരു സബ്ജക്റ്റ് ഡിഫൈൻ ചെയ്യുമ്പോൾ തന്നെ ആ കോഴ്സ് പഠിക്കുന്നതോടുകൂടി ഒരു പ്രോഗ്രാം ഉണ്ടാവും. ഉദാഹരണം BCom. ഒരു BCom കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്താവണം അത് തുടക്കത്തിൽ തീരുമാനിക്കുക. അതിന് കണക്കാക്കിക്കൊണ്ട് പഠിപ്പിക്കുക, അവനെ പരീക്ഷ എഴുതിപ്പിക്കുക,
ഇറക്കുക, ഗ്രേഡ് കൊടുക്കുക, അടുത്ത കോഴ്സ് പഠിപ്പിക്കുക, പരീക്ഷ എഴുതിപ്പിക്കുക, ഇറക്കുക. അത് കഴിയുമ്പോൾ ഒരു ബികോം കഴിയുമ്പോൾ ഒരാൾ എന്താവണം, ഒരു ഫസ്റ്റ് ഇയർ ബികോം കഴിയുമ്പോൾ ഒരാൾ എന്താവണം, സെക്കൻഡ് ഇയർ കഴിയുമ്പോൾ എന്താവണം, തേർഡ് ഇയർ കഴിയുമ്പോൾ എന്താവണം, നേരത്തെ ഔട്ട്കം നിശ്ചയിച്ചുകൊണ്ട് ആ ഔട്ട്കമിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള കരിക്കുലം ഡിസൈനും ഡെവലപ്മെൻ്റാണ് ഇതിൻ്റെ ലക്ഷ്യം. പക്ഷേ അതൊക്കെ എന്താണ് യെറ്റ് ടു ഹാപ്പൻ എന്ന് പറഞ്ഞാൽ ആ ഔട്ട്കമൊക്കെ അസസ് ചെയ്തുകൊണ്ടുള്ള മാറ്റങ്ങളിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും തീർച്ചയായിട്ടും അത് വരിക തന്നെ ചെയ്യും. അതാണ് നമ്മളെ നാക്കിൻ്റെ എക്സ്പെക്റ്റേഷനും അതുപോലെ തന്നെ NBA സ്റ്റാൻഡേർഡും. നാക്ക് എന്ന് പറഞ്ഞാൽ അക്രഡിറ്റേഷൻ ഏജൻസിയാണ്. നമ്മളെ യൂണിവേഴ്സിറ്റികളൊക്കെ നാക്കിൽ അക്രഡിറ്റ് ചെയ്യണം. ഈ നാക്കിൽ അക്രഡിറ്റേഷൻ എന്തിനാണ് ചെയ്യുന്നത്? അവിടെ പഠിപ്പിക്കുന്നതിനെ കുറിച്ച് ഡോക്യുമെന്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വൃത്തിയായിട്ട് നാക്കിന് മുമ്പിൽ അവതരിപ്പിക്കുന്നതോട് കൂടിയേ ഈ കോളേജിന്റെ റാങ്ക് തീരുമാനിക്കപ്പെടുള്ളൂ. അപ്പോൾ ഓരോ കോളേജിനും ഒരു റാങ്കും ഞങ്ങൾക്ക് ഇന്ന റാങ്ക് കിട്ടി എന്ന് നാട്ടുകാരെ ബോധിപ്പിക്കാനുള്ള ഒരു പ്രഷർ അവരുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ആദ്യമൊക്കെ തട്ടിക്കൂട്ടും, പിന്നീട് എന്തോ സ്വമേധയാ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കും. നമ്മുടെ നാട്ടിലൊരു പ്രോഡക്റ്റ് ഇറക്കുന്ന സമയത്ത് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ സാധനമല്ലേ. അപ്പം ബേസിക്കലി ഓരോ കോളേജും പഠിപ്പിക്കുന്നത്, പണ്ടൊക്കെ കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നത് നമ്മുടെ ആവശ്യമായിരുന്നു, ഓക്കെ, കുട്ടികളുടെ ആവശ്യമായിരുന്നു. ഇപ്പോൾ കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുക എന്നുള്ളത് കോളേജിൻ്റെ ആവശ്യമാണ്, കുട്ടികൾ വരിക എന്നുള്ളത് കോളേജിൻ്റെ ആവശ്യമാണ്. ഇപ്പോൾ നമ്മളൊക്കെ ചെറുപ്പത്തിൽ എവിടെയെങ്കിലും ഒന്ന് അഡ്മിഷൻ കിട്ടിയാൽ മതി, പിന്നെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഒരു അക്ഷരം പഠിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് അധ്യാപകരൊക്കെ വിചാരിച്ചിരുന്നൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. കാരണം പഠിപ്പിക്കുന്നത് മോശമായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കോളേജിൻ്റെ അവസ്ഥ മോശമാകും, കോളേജിൻ്റെ അവസ്ഥ മോശമായി കഴിഞ്ഞാൽ ആളുകൾ അഭിപ്രായം മോശമാക്കും, അഭിപ്രായം മോശമായി കഴിഞ്ഞാൽ അതിനെന്താവും, കോളേജിനെ നേരിട്ടോ അല്ലാതെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ ഈ നാക്ക് എന്ന് പറഞ്ഞ സംഗതിയൊക്കെ ഒരു പ്രഷറാണ്, എന്ന് പറഞ്ഞാൽ അക്രഡിറ്റേഷൻ പ്രഷർ. അപ്പോൾ ഒരു കോളേജ് അക്രഡിറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മളിപ്പോൾ പറയില്ല ISO 9002 കമ്പനി, ISI പ്രോഡക്റ്റ് എന്നൊക്കെ പറയല്ലോ. ഇപ്പോൾ ഈ ISO 9002 കമ്പനി, OP കൂടെ അംബ്രല്ല എന്നൊക്കെ പറയുമ്പോൾ ആ പേര് എഴുതി വെക്കാൻ ഓരോ കൊട കമ്പനികൾക്കും അല്ലെങ്കിൽ ഓരോ സ്ഥാപനങ്ങളും ചെയ്യാൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഓരോ കോളേജുകളും ഞങ്ങൾ നാക്ക് A++ ആണെന്നും B+ ആണെന്നൊക്കെ പറയും. അപ്പോൾ ഈ പ്ലസിൻ്റെ ആ നമ്പർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓരോ കോളേജിനെ നമ്മൾ അസസ് ചെയ്യുകയും അപ്പോൾ അത് ഇല്ലാത്ത ആളുകൾ നമ്മൾ എന്ത് ചെയ്യും, മാറ്റി നിർത്തുകയും ചെയ്യുമ്പോൾ അവർക്ക് കുട്ടികളെ കിട്ടാതാവുകയും, അപ്പം നിലവിൽ നമ്മുടെ നാട്ടിൽ പഠിക്കാൻ കുട്ടികൾ ഇതെല്ലാം നോക്കിയിട്ട് പോകുന്നൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ കോളേജുകൾ തമ്മിൽ പരസ്പരം പ്രഷറിലാണ് കിടക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്തൊരു പോയിന്റാണ് സ്കിൽ ഡെവലപ്മെന്റ് എംപ്ലോയബിലിറ്റി. ഈ NEP ഈ FIUGP പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് SCC എന്ന് പറയും, വാല്യൂ ആഡഡ് കോഴ്സസ്, വൊക്കേഷണൽ ലേണിംഗ്, ഓണ്ടർപ്രണർഷിപ്പ് ട്രെയിനിങ്, ഡിജിറ്റൽ ലിറ്ററസി, ഇത്തരം കാര്യങ്ങളും കൂടി ചേർത്തുകൊണ്ടാണ് നമ്മുടെ കരിക്കുലമൊക്കെ ഡിസൈൻ ചെയ്യേണ്ടത് എന്നാണ് കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും നല്ല ശതമാനം കോളേജ് കരിക്കുലം, യൂണിവേഴ്സിറ്റി കരിക്കുലവും അതിന് കണക്കാക്കിക്കൊണ്ട് പിന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ചില കോളേജുകളൊക്കെ അതിനെന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞു, Tier 1 Tier 2 കോളേജുകൾ ഉണ്ടാവാം, മുന്തിയ കോളേജുകളും അതിൻ്റെ അടുത്ത കോളേജുകളൊക്കെ ഉണ്ടാവാം. പല കോളേജുകളും എന്താണ്, അതിന് ആ ഒരു നാട്ടിൻപുറത്തേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ പിന്നെ ചില കോളേജുകൾ നമ്മൾ വിചാരിച്ചത്ര എത്താവുന്ന സാധനങ്ങളൊക്കെ എത്തിയിട്ടില്ലാതെങ്കിൽ അത്തരം കോളേജുകളിലെല്ലാം എന്താണ്, ആനുപാതികമായിട്ട് ഈ സംഗതികളൊക്കെ കുറയും. ഇപ്പോൾ ഒരു കോളേജിൽ, ഇപ്പോൾ ഒരു വമ്പൻ കോളേജ് എന്ന് വിചാരിക്കാം, ഒരു വലിയ കോളേജിനകത്ത് കുറേ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകുമ്പോൾ അത്രയും ഡിസിപ്ലിൻസ് ഉണ്ടാവും. അതാണ് ഈ NEP അല്ലെങ്കിൽ ഈ സാധനം വന്നതിന് ശേഷം പ്രധാനപ്പെട്ട പ്രശ്നം. അതുപോലെ ചില കോളേജുകൾക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്, കാരണം അവർക്ക് ഇംഗ്ലീഷും എക്കണോമിക്സും മാത്സും ഒക്കെ ഉണ്ടാവും. പക്ഷേ ചില കോളേജ് എന്ന് കഴിഞ്ഞാൽ ആകെ 3 ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവുള്ളൂ. ഈ 3 ഡിപ്പാർട്ട്മെന്റ് നമുക്ക് മൾട്ടി ഡിസിപ്ലിനറി, ഇന്റർ ഡിസിപ്ലിനറി എന്നൊക്കെ പറയുമ്പോൾ തന്നെ എന്താവും, നമുക്ക് അവിടെ ലിമിറ്റ് ആവും. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊരു ഡിസിപ്ലിൻ അവിടെ ഇല്ലല്ലോ. അധ്യാപകരെ അപ്പോയിന്റ് ചെയ്യുന്ന ഗവൺമെന്റ് എന്താണ്, വേക്കൻസി അടിസ്ഥാനത്തിലാണ്. അപ്പോൾ വേക്കൻസി അടിസ്ഥാനത്തിൽ ആളുകൾ എന്ത് ചെയ്യുന്നു, അപ്പോയിന്റ് ചെയ്യുമ്പോൾ ആ വേക്കൻസി എന്ന് പറഞ്ഞ കോളേജിൽ ആകെ 10 പോസ്റ്റാണ്, 10 പോസ്റ്റേ ഗവൺമെന്റ് കൊടുക്കുള്ളൂ. അതിന് 11ാമത്തെ ഒരാളെ കോളേജ് എന്തെങ്കിലും അപ്പോയിന്റ് ചെയ്യില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്ര ആളെ ഉണ്ടാവുള്ളൂ, അത്ര ആളെ പഠിപ്പിക്കാനുള്ള സംഗതി അവിടെ കിട്ടുള്ളൂ. വമ്പൻ കോളേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മീഡിയ സ്റ്റഡീസ് ഉണ്ടാവും, ഇക്കണോമിക്സ് ഉണ്ടാവും, ഇംഗ്ലീഷ് ഉണ്ടാവും, ഫിലോസഫി ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിലൊക്കെ നമുക്ക് കൈ കടത്താം, അതിലൊക്കെ നമുക്ക് പോയിട്ട് മൈനർ കോഴ്സുകൾ എടുക്കുക എന്നുള്ളൊരു ഓപ്ഷൻ ഇതിനകത്തുണ്ട്. അതോടൊപ്പം തന്നെ അത്തരം വൻകിട കോളേജാണ്, ഒരു വൻകിട കോളേജിന്റെ പിന്നെ അഡ്വർടൈസ്മെന്റ് തരികയല്ല, പിന്നെ വൻകിട കോളേജ് പഠിക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞാലും ഇല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് എന്താണ്, അതിന് പര്യാപ്തമായിരിക്കും. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും കോളേജിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എന്താണ്, വലിയ കോളേജ് തന്നെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. വീടിൻ്റെ അടുത്തുള്ള കോളേജിൽ രാവിലെ പോയിട്ട് ഉച്ചയാകുമ്പോൾ തിരിച്ചു വരുന്ന രീതിയിലേക്കുള്ള പ്ലാനൊക്കെ അതൊക്കെ പണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഉച്ചയാകുമ്പോഴേക്കും വീട്ടിലെത്തുക എന്ന കാഴ്ചപ്പാടൊക്കെ ഉണ്ടായിരുന്ന ആ കാലഘട്ടമൊക്കെ മാറി. കുട്ടികൾക്ക് വേണ്ടത് ബൃഹത്തായ അന്തരീക്ഷവും ബെറ്റർ പ്ലാനും ബെറ്റർ സൗകര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും വൻകിട കോളേജുകൾ തന്നെയാണ് പ്രിഫർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അത്തരം കോളേജുകൾ എന്താവും, ഈ സൗകര്യങ്ങളും ഈ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സുകളെല്ലാം കൂടും. അതേസമയത്ത് താഴെത്തട്ടിലേക്ക് വരുമ്പോൾ ഇതെല്ലാം എന്താവും, ആനുപാതികമായിട്ട് കുറഞ്ഞു വരും.
പിന്നെ FIUGP ഏറ്റവും പ്രധാനപ്പെട്ട സാധനം, നേരത്തെ നമ്മൾ ഇന്റേൺഷിപ്പ് എന്ന സാധനമുണ്ട്. ഇന്റേൺഷിപ്പ്, മെന്റേൺഷിപ്പ് എന്നൊക്കെ പറഞ്ഞ സംഗതി ഒന്നും നേരത്തെ കോളേജ് കരിക്കുലത്തിൽ ഉണ്ടായിരുന്നേ ഇല്ല, കേട്ടുകേൾവി പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ സമ്മർ ഇന്റേൺഷിപ്പ് ഉണ്ട്, ഇൻഡസ്ട്രി എക്സ്പോഷർ. നമ്മൾ ആകെ പണ്ടൊക്കെ കേട്ടുന്ന IV എന്ന് പറഞ്ഞ സാധനമാണ്. നാട്ടുകാർ മുഴുവൻ IV എന്ന് പറഞ്ഞിട്ട് ഊട്ടിയിൽ ട്രിപ്പ് എടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു, ഇൻഡസ്ട്രിയൽ വിസിറ്റ് എന്നൊക്കെ പറയും. അവിടെ ഒരു പെട്ടിക്കടയൊക്കെ പോയി കാണുന്നൊരു നേരം നമ്മൾ എന്ത് ചെയ്യും, ഇൻഡസ്ട്രി വിസിറ്റ് എന്ന് പേരും വെക്കുന്ന ഒരു ഊട്ടിയൊക്കെ ഇറങ്ങി തിരിച്ചു വരും. ഇതാണ് നമ്മൾ ആകെ ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ നമ്മുടെ കോളേജിൽ പണ്ട് ഉണ്ടായിരുന്നത്. ഇപ്പം അങ്ങനെയല്ല. സമ്മർ ഇന്റേൺഷിപ്പ് ഒരു ഘടകമാണ്. സ്റ്റുഡൻസ് ഇന്നോവേഷൻ പ്രൊജക്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, SIP. പിന്നെ പിന്നെ അതോടൊപ്പം തന്നെ ഇൻഡസ്ട്രി എക്സ്പോഷർ, നമ്മളെ ഒരു കോഴ്സിനെ ഇൻഡസ്ട്രിയുമായിട്ട് ലിങ്ക് ചെയ്യുക എന്നുള്ള ഒരു കാഴ്ചപ്പാടൊക്കെയാണ് വരാൻ പോകുന്നത്. അതൊക്കെ നമ്മുടെ നാട്ടിലെ കോളേജുകൾ, എത്ര കണ്ട് കോളേജുകൾ അതിനെ അലൈൻഡ് ആയെന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുന്നു. കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് ഉണ്ട്, പിന്നെ ഫീൽഡ് ബേസ്ഡ് ലേണിംഗ്, ലൈവ് പ്രൊജക്ട്. ഇതൊക്കെ നമുക്ക് എന്താണ്, നമ്മളെ പ്രൊഫഷണൽ റെഡിനെസ്സും ഇൻഡസ്ട്രി ഇന്ററാക്ഷനും കരിയർ അഡാപ്റ്റബിലിറ്റി ഒക്കെ വർദ്ധിപ്പിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്റേൺഷിപ്പ് ഒരു മാൻഡേറ്റ് ആയിക്കൊണ്ട് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ FIUGP എന്ത് ചെയ്യും, ആ രീതിയിൽ 4 വർഷത്തെ ഡിഗ്രി 3 വർഷമുള്ള 4 വർഷം ആക്കി എന്ന് വിചാരിക്കരുത്. 3 വർഷമുള്ള 4 വർഷം ആക്കല്ല ചെയ്തത്. അതോടൊപ്പം തന്നെ ആകെ മൊത്തം സമൂലമായ മാറ്റമായിരുന്നു. ഒരു 10 വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞു വന്നിരുന്നു. 1 ഇയർ ഡിഗ്രിക്ക് ഒരു വർഷം മൊത്തം പഠിക്കുകയായിരുന്നു. എന്നാൽ ഒരു വർഷം മാർച്ച് മുതൽ അല്ലെങ്കിൽ ജൂൺ മുതൽ മാർച്ച് വരെ പഠിച്ചിട്ട് എക്സാം എഴുതുന്ന അവസ്ഥയിൽ നിന്ന് മാറി സെമസ്റ്റർ കൊണ്ടുവന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറിയിട്ട് അന്നായിരുന്നു നമ്മൾ സമൂലമായ മാറ്റം വിചാരിച്ചത്. അതിനെല്ലാം മാറ്റിക്കൊണ്ടാണ് ഇപ്പോഴത്തെ എന്ത് ചെയ്യുന്നത്, FIUGP എന്ന കൺസെപ്റ്റ്. അപ്പോൾ FIUGP 3 വർഷം 4 വർഷം ആക്കല്ല, അതോടൊപ്പം വന്ന വലിയ മാറ്റങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഇതിനകത്ത് അഡ്രസ്സ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് പോയിന്റ്. ഇതൊക്കെ തന്നെ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കോളേജ് എന്താണ്, അതിന് ഏറിയും കുറഞ്ഞും പറയാൻ പറ്റും. പിന്നെ ഇതിന് ഇന്റർനാഷണൽ പെർസ്പെക്റ്റീവ് ഞാൻ നേരത്തെ പറഞ്ഞു. USA-ലും യൂറോപ്പ് പറഞ്ഞാൽ ബൊൾഗാന പ്രോസസ് എന്ന് പറഞ്ഞൊരു യൂറോപ്യൻ ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് പ്രകാരം ബേസിക്കലി കാനഡയിലും ഓസ്ട്രേലിയയിലും ഒക്കെ 4 വർഷത്തെ ഡിഗ്രിയാണ്. ഈ 4 വർഷത്തെ ഡിഗ്രി യൂണിഫോം ആക്കുന്നതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ എല്ലായിടത്തും ലോകം മൊത്തം 4 വർഷമാണ്. ഈ 4 വർഷം ആക്കുന്നതോടൊപ്പം തന്നെ PG എന്നൊരു കൺസെപ്റ്റിന് ഇത് കുറഞ്ഞു വന്നു. നമ്മുടെ നാട്ടിൽ PG എന്ന് പറഞ്ഞാൽ 2 വർഷമാണ്. 10+2+3+2 ആണ്, ഈ 2 വർഷമാണ്. അതേസമയത്ത് യൂറോപ്പിലും ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ PG എന്ന് പറഞ്ഞാൽ 1 വർഷമാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പല ആളുകളും അയർലാൻഡിലും മറ്റും പോയതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ കൂട്ടുകാരും കുടുംബക്കാരൊക്കെ പോയിട്ടുണ്ടാവും. ഇവരൊക്കെ അവിടെ 1 ഇയർ ഡിഗ്രി PG ആണ് ചെയ്യുന്നുണ്ടാവുക. PG ചെയ്യാൻ പോയവരാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡിഗ്രിക്ക് ശേഷം വേറെ ഡിഗ്രിക്കാണ് പോയതെങ്കിൽ നമുക്കറിയില്ല. ഇപ്പോൾ PG ചെയ്യാൻ പോയ ആൾക്കാരൊക്കെ 1 ഇയർ PG ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതെന്താ കാരണം, അവിടെ ഓൾറെഡി 4 ഇയർ ഡിഗ്രിയാണ്. ഇപ്പോൾ 4 ഇയർ ഡിഗ്രി കഴിഞ്ഞാൽ 1 ഇയർ PG ഉണ്ടാവുള്ളൂ. നമ്മുടെ നാട്ടിലോ 2 ഇയർ PG കഴിഞ്ഞാലും പിന്നെ അവിടെ പോയിട്ട് PG ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ഇല്ലെന്നല്ല. പക്ഷെ അടിസ്ഥാനപരമായിട്ട് എന്താണ്, ഈ ഇന്റർനാഷണൽ പെർസ്പെക്റ്റീവ് ഓഫ് ആൻഡ് ഗ്ലോബൽ കോമ്പാറ്റബിലിറ്റി എന്നുള്ള പെർസ്പെക്റ്റീവ് നമ്മൾ പറയുമ്പോൾ ലോകം മൊത്തം എങ്ങനെയാണ് നടക്കുന്നത്, നമ്മൾ തിരിഞ്ഞു നടക്കാൻ പറ്റില്ല, നമ്മൾ അതിൻ്റെ കൂടെ നടക്കാം, അതിനോട് അലൈൻഡ് ആവുക. മാത്രമല്ല ഇപ്പം നമ്മൾ പിന്നെ ഡിഗ്രി വിത്ത് റിസർച്ചാണ് ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ PG എന്ന് പറഞ്ഞ കൺസെപ്റ്റിന് ഇനി ഇല്ലാതാവാൻ പോവാണ്. ഇപ്പം NIT കാലിക്കറ്റ് ഞാൻ ഒരു ഉദാഹരണം പറയാം. NITയിൽ ഞങ്ങൾക്ക് 27-30 എങ്ങാണ്ട് PG പ്രോഗ്രാം, ഇപ്പം 35 PG പ്രോഗ്രാം ഉണ്ട്, MTechകളുണ്ട്. MTech, MBA, MSc എല്ലാം ചേർത്തിട്ട് 35 ഉണ്ട്. പക്ഷേ ഈ MTechൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 2 വർഷത്തെ MTechന് നമ്മൾ ഫെലോഷിപ്പ് അങ്ങോട്ട് കൊടുക്കുകയാണ്. NITയിൽ അങ്ങോട്ട് മന്ത്ലി പേയ്മെൻറ്റ് കൊടുക്കുകയാണ് കുട്ടികൾക്ക്, ഗേറ്റ് എക്സാം എഴുതിയവർക്ക്. ഇതൊക്കെ ആയിട്ടും ഓരോ MTechനും ആളുകൾ എണ്ണം കുറഞ്ഞു വരണേ. MTechന് ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്ന NITൻ്റെ കുഴപ്പമില്ല, PGയോടുള്ള സാധ്യതയും സാധുതയും കുറഞ്ഞു വരുന്നു. ഡിഗ്രി കഴിഞ്ഞാൽ തന്നെ NIT കാലിക്കറ്റിൽ ഒരാൾക്ക് ഒരു BTech കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും, നേരിട്ട് റിസർച്ചിന് അഡ്മിഷൻ കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ 2 വർഷം അതിൻ്റെ അടുത്ത് എന്ത് ചെയ്യേണ്ട, സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെൻറ്റിൻ്റെ ആവശ്യമില്ല. എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും, വേൾഡിലും ഇന്ത്യയിലും എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും 4 വർഷത്തെ ഡിഗ്രി കഴിഞ്ഞാൽ PGക്കുള്ള സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെല്ലാം പിന്നെ PhDക്കുള്ള സാധ്യത തുറന്നു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ MTech എന്തായി, അപ്പം ഞാൻ 2 വർഷം എന്തിനാണ് സ്പെൻഡ് ചെയ്യണത്, പഠിക്കാനാണെങ്കിലും ഓക്കെ, അങ്ങനെ ഒരു പിന്നെ അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല. പകരം ഞാൻ എന്ത് ചെയ്താൽ മതി, റിസർച്ചിലേക്ക് നേരിട്ട്, എൻ്റെ അന്തിമ ലക്ഷ്യം റിസർച്ച് ആണെങ്കിൽ പിന്നെ ആ 2 വർഷം നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നുള്ള കാഴ്ചപ്പാട്. ഇപ്പോൾ ആളുകൾക്ക് നേരത്തെയൊക്കെ നമ്മൾ കോളേജിൽ പോണത് ഒരു രസമായിരുന്നു, ഇപ്പോൾ ആ രസമൊക്കെ വിട്ടുപോയി. പകരം എന്താണ്, ആളുകൾ സീരിയസ് ആയി തുടങ്ങി. അതുകൊണ്ടാണ് +2 കഴിഞ്ഞ ഉടൻ തന്നെ എന്ത് ചെയ്യുന്നത്, 1 വർഷത്തോ 6 മാസത്തെ കോഴ്സിനൊക്കെ പോയിട്ട് എങ്ങനെയെങ്കിലും ഒരു ജോലി വാങ്ങിച്ചെടുക്കുക, എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ പെടുക എന്നുള്ളതാണല്ലോ നമ്മുടെ നാട്ടുനടപ്പ്. അപ്പം ഇതൊരു വെറുതെ വന്ന സംഗതിയല്ല. അപ്പം ഈ ഒരു നിലവാരത്തിൽ ആളുകൾ ചിന്തിക്കുന്നതുകൊണ്ട് തന്നെ 1 വർഷം 2 വർഷമൊക്കെ ആളുകൾക്ക് എന്താണ്, തമാശയല്ല, വളരെ സീരിയസ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ PG എന്നൊരു കൺസെപ്റ്റ് ഇനി ഇല്ലാതാവാൻ പോവാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ PG ഒക്കെ MSc MCom ഒന്നും പിന്നെ ഭാവിയിൽ ഉണ്ടാവണമെന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ ഒരു 1 ഇയർ MCom 1 ഇയർ PG ഒക്കെ നിങ്ങൾക്ക് ഭാവിയിൽ പ്രതീക്ഷിക്കാം. അപ്പം അത്യാവശ്യക്കാരന് എന്ത് ചെയ്യാൻ പറ്റും, 4 വർഷത്തെ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു 1 ഇയർ എന്ത് ചെയ്യാം,
പോയിട്ട് PGയും കൂടി കഴിഞ്ഞാൽ അവൻ്റെ പണി കഴിഞ്ഞ ഒരു അവസ്ഥയിലേക്ക്, അവൻ്റെ എഡ്യൂക്കേഷൻ നടക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് മൊത്തം പോകുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ പറയാനുള്ളത് ലാംഗ്വേജ് ആൻഡ് ഇൻ്റർ ഡിസിപ്ലിനറി എക്സ്പോഷറാണ്. അപ്പം നമുക്ക് ഒരു ഡിഗ്രി പറയുന്ന സമയത്ത് നമ്മൾ മൈനർ നേരത്തെ പറഞ്ഞു, മേജർ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഒരാൾക്ക് പറയാം, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു BCom ആണ് പഠിക്കുന്നത്. ഈ BComനോടൊപ്പം ഒരാൾക്ക് ഭയങ്കര ലാംഗ്വേജിനോട് ഭയങ്കര താല്പര്യം ഉണ്ടെന്ന് വിചാരിക്കുക. അയാൾക്ക് അറബിക് ഡിപ്പാർട്ട്മെൻറ്റ് പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ സൗദിയിൽ പോകാനുള്ള ആളാണ്, അപ്പോൾ എനിക്ക് അറബിയിൽ എക്സ്പോഷർ വേണം. അപ്പോൾ അറബിക് ഡിപ്പാർട്ട്മെൻറ്റ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലോ ഒരു കോളേജിലോ ഉണ്ടെങ്കിൽ മൈനർ പോയിട്ട് അറബിക്കിലെടുക്കണം, അല്ലെ മൈനർ പോയിട്ട് ഫ്രഞ്ചിലെടുക്കണം, ജർമ്മനിലെടുക്കണം. അതൊക്കെ അവിടെ ഉണ്ടാവണം കേട്ടോ. ഹിബ്രുവിലെടുക്കാം, സാൻസ്ക്രിറ്റ് എടുക്കാം, റഷ്യൻ എടുക്കാം ഉണ്ടെങ്കിൽ. ഓക്കെ. തെക്കൻ കേരളത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ലാംഗ്വേജുകളൊക്കെ പല കോളേജുകളും കണ്ടിട്ടുണ്ട്. അത് അല്ലെങ്കിൽ മലയാളത്തിലെടുക്കും. ഒരാൾ സാഹിത്യകാരനാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മലയാളത്തിൽ എന്ത് ചെയ്യാം നമുക്ക്. അപ്പോൾ നമുക്ക് ലാംഗ്വേജ് എക്സ്പോഷർ മെച്ചപ്പെടുത്താനും, ഇപ്പോൾ നിങ്ങൾക്ക് ലാംഗ്വേജ് പഠിച്ചത് പോരാ, ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു BCom പഠിക്കുന്ന സമയത്ത് ഒരൊറ്റ ഇംഗ്ലീഷ് പേപ്പർ ഉണ്ടാവുള്ളൂ, ഒരു വാലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ വാലിൽ നിന്ന് വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചുകൂടി പഠിക്കണം തോന്നിക്കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സൊക്കെ ഇംഗ്ലീഷ് പോയി എടുത്താൽ മതി. എന്ന് പറഞ്ഞാൽ മേജർ മൈനർ മാത്രമല്ല, മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകൾ പോയിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇംഗ്ലീഷിലെടുക്കാം, മലയാളത്തിലെടുക്കാം, അറബിക്കിലെടുക്കാം, ഫ്രഞ്ചിലെടുക്കാം. അപ്പോൾ പഠിക്കുന്ന സാധനം നമ്മൾ പണ്ടൊക്കെ പറയാറുണ്ടല്ലോ, 10ാം ക്ലാസ് പഠിച്ചിട്ട് എന്തായില്ല, എനിക്ക് മതിയായില്ല, അതുകൊണ്ട് ഞാൻ ഒരോട്ടുകൂടി പഠിച്ചു, തോറ്റ ആൾക്കാർ പറയുമല്ലോ. അതേമാതിരി നമുക്ക് എന്ത് ചെയ്യാം? പിന്നെ കൂടുതൽ സമയം എടുത്തിട്ട് ആ കോഴ്സ് പഠിക്കാനുള്ള സാധനം തോൽക്കാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ സാഹചര്യം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഈ ഒരു സംഗതി എന്താ, FAUG പ്രവർത്തനം ടെക്നോളജി ആൻഡ് ഹൈബ്രിഡ് ലേണിംഗ് ആണ്. ഇതിനകത്ത് നിലവിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ NIT-യിലൊക്കെ ഞങ്ങൾ ഓൾറെഡി ഇംപ്ലിമെൻറ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ NIT സിസ്റ്റത്തെ നമ്മൾ ഈ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ NIT-യിൽ 10-15 വർഷമായിട്ട് നടത്തുകൊണ്ടിരിക്കുന്ന പല സംഗതികളും ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ LMS ബേസ്ഡ് ലേണിംഗ്, ഓക്കെ, അല്ലെങ്കിൽ MOOC, അല്ലെങ്കിൽ ഹൈബ്രിഡ് ടീച്ചിങ്, ഡിജിറ്റൽ, അങ്ങനെയൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉദാഹരണമായിട്ട് MOOC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ കോഴ്സുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? NPTEL-ലോ കോഴ്സറയിലോ യൂഡമിയിലൊക്കെ പോയി എടുത്തിട്ട് ആ കോഴ്സിനെ നമ്മുടെ ക്രെഡിറ്റ് കാർഡിലേക്ക് ആഡ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ ടെക്നോളജി ആൻഡ് ഹൈബ്രിഡ് ലേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബേസിക്കലി ഇപ്പോൾ NIT കാലിക്കറ്റിൽ AI ആൻഡ് മെഷീൻ ലേണിംഗ് കോഴ്സ് ഉണ്ട്, പക്ഷെ നമുക്കത് പോരാ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓൺലൈൻ ആയിക്കൊണ്ട് നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ നല്ലൊരു പിന്നെ പ്ലാറ്റ്ഫോമിൽ നമ്മളത് ആഡ് ചെയ്യുന്നു. ആ കോഴ്സ് നമ്മളെ ക്രെഡിറ്റിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിചാരിച്ചത് പഠിപ്പിക്കാൻ പറ്റിയ ആൾ നമ്മളെ കോളേജിൽ ഇല്ലാന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പുറത്തുനിന്ന് പഠിച്ചിട്ട് നമ്മളെ ഗ്രേഡിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ നിലവിൽ ഉള്ള സിസ്റ്റം. എന്തായാലും നമ്മുടെ ഗവൺമെൻറ് സിസ്റ്റത്തിലും അത് കൊണ്ടുവരും. അത് ഈ വർഷമോ അടുത്ത വർഷമായിട്ട് എന്താകും? അതിൻ്റെ സാധ്യതകൾ പഠിച്ച് ഏറ്റവും ബൃഹത്തായ രീതിയിൽ കൊണ്ടുവരാൻ കഴിയും, കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ട് പ്രശ്നം. പിന്നെ നേരത്തെ പറഞ്ഞു അക്രഡിറ്റേഷൻ ആൻഡ് ക്വാളിറ്റി പെർസ്പെക്റ്റീവാണ്. പിന്നെ ഈ അക്രഡിറ്റേഷൻ നേരത്തെ പറഞ്ഞു, NAC, NBA എന്നതൊക്കെ പറഞ്ഞതുപോലെ തന്നെ ബേസിക്കലി എങ്ങനെയാണ് അക്രഡിറ്റേഷൻ ഒരു പ്രധാന ഘടകമാകുന്നത്? ലോകം മുന്നോട്ട് ചിന്തിക്കുന്നത് വാഷിങ്ടൺ അക്കോർഡ് എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. വാഷിങ്ടൺ അക്കോർഡ് എന്ന് പറഞ്ഞാൽ 1990-ൽ തുടങ്ങിയതാണ്. ആ അക്കോർഡ് പ്രകാരം പറയുന്നത് ലോകത്തുള്ള എഡ്യൂക്കേഷൻ മുഴുവൻ ഏക രീതിയിൽ, ഒരേ ധ്രുവത്തിൽ, ഒരേ രീതിയിൽ സഞ്ചരിക്കണം. അതിന് ക്യാപിറ്റലിസ്റ്റുകളുടേതായ താല്പര്യങ്ങൾ ഉണ്ടാവാം, ഓക്കെ, പക്ഷെ അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇപ്പം നമ്മളിപ്പം അമേരിക്ക എന്ന് പറഞ്ഞ സംഗതിയെ നമ്മൾ റിയാലിറ്റി ഉൾക്കൊള്ളണം, ഗ്ലോബ് എന്നുള്ള റിയാലിറ്റിയെ നമ്മൾ ഉൾക്കൊള്ളണം, ക്യാപിറ്റലിസം റിയാലിറ്റി നമ്മൾ ഉൾക്കൊള്ളണം. അപ്പം അത് നമ്മൾ ഇങ്ങനെ തിരിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അവരുടെ മേൽക്കോയ്മയിൽ നടക്കുന്ന ഒരു സംഗതി ആയതുകൊണ്ട് അവർ തന്നെ മുന്നോട്ട് വെച്ച സംഗതിയാണ്. ഇപ്പോൾ നമ്മളിപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ BTech കഴിഞ്ഞ ഒരാളും അമേരിക്കയിലെ MIT-യിൽ BTech കഴിഞ്ഞ ഒരാളും ഒരുപോലെ ആയിരിക്കണം, ഒരേ നിലവാരത്തിലുള്ള ഒരേ കോഴ്സുകൾ തന്നെ പഠിച്ച് ഒരേ കോഴ്സുകൾ തന്നെ പഠിച്ചിറങ്ങണം എന്നുള്ള ഒരു അക്കോർഡാണ് വാഷിങ്ടൺ അക്കോർഡ് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 2 കോളേജിലും പഠിപ്പിക്കുന്നത് ഒരുപോലെ ആയിരിക്കണം. അപ്പോൾ അവിടുത്തെ നിലവാരത്തിലേക്ക് ഇവിടെ എത്താൻ പറ്റില്ല. എക്സ്പോഷർ നിലവാരം അമേരിക്കയിൽ കൂടുതലായിരിക്കും, കേരളത്തിൽ കുറവായിരിക്കാം, പക്ഷെ പഠിക്കാനുള്ളതൊക്കെ പഠിച്ചിരിക്കണം എന്നുള്ള ഒരു ഇന്റർനാഷണലൈസേഷൻ, ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ അക്രഡിറ്റേഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പിന്നെ NAC-ഉം NBA ഒക്കെ നമ്മൾ ആദ്യം NAC-ലും NBA-ലും ഒക്കെ ചെയ്യും. പക്ഷെ കുറച്ച് കോളേജുകൾ എന്താവും, ഇപ്പോൾ ഇന്ത്യയിൽ കുറേ യൂണിവേഴ്സിറ്റികൾ വേൾഡിൽ QS റാങ്കിങ് ഉണ്ട്, ഷാങ്ഹായ് റാങ്കിങ് ഉണ്ട്, ദ THE റാങ്കിങ് ഉണ്ട്. ഈ 3 യൂണിവേഴ്സിറ്റി റാങ്കിങ്ങുകളും പല യൂണിവേഴ്സിറ്റികളും എന്തായിട്ട് അതിലേക്ക് അഡാപ്റ്റഡ് ആയിട്ടുണ്ട്. അപ്പം അതുവഴി ഇവിടെ പഠിപ്പിക്കുന്നതിന് അവിടുത്തെ പോലെ തന്നെ ഇവിടെയും എന്നൊരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ എന്താവുകയാണ്, മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതാണ് ഈ അക്രഡിറ്റേഷൻ കൊണ്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം. അപ്പം അതുവഴി ഇവിടെ പഠിച്ച ഒരാൾക്ക് ഭാവിയിൽ ഇവിടെ IIT മദ്രാസിൽ പിന്നെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ ഒരാൾക്ക് ഓസ്ട്രേലിയയിൽ പോയിട്ട് സെക്കൻഡ് ഇയർ ചെയ്യാൻ പറ്റുന്നു എന്നതാണ് അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം.
അപ്പോൾ ഇന്ന് ഇന്ത്യയിലെ പല സ്ഥാപനങ്ങളും ഈ അക്രഡിറ്റേഷൻ്റെ അടിസ്ഥാനത്തിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലും പല കോളേജുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ടൈപ്പിൻ്റെ അടിസ്ഥാനത്തിലും ഇവിടെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞാൽ സെക്കൻഡ് ഇയർ അവിടെ പോകുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എക്സ്ചേഞ്ച് എന്നൊക്കെ പറയും. നിലവിലുള്ള എക്സ്ചേഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ തട്ടിക്കൂട്ടാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, നല്ല കാശുണ്ടെങ്കിൽ അവിടെ പോയിട്ട് എക്സ്ചേഞ്ച് അടിക്കാം. അതിലുപരി നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ഇയർ അവിടെ പോയി പഠിക്കാനുള്ള ഒരു യൂണിവേഴ്സൽ ഫ്ലെക്സിബിൾ സിസ്റ്റം ഒക്കെ തന്നെയാണ് അടിസ്ഥാനപരമായിട്ട് ഉദ്ദേശം. അത് ഞങ്ങൾ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ NIT IIT പോലും അത് അത്ര കണ്ട് ആയിട്ട് വന്നിട്ടില്ല. പക്ഷേ ഫ്യൂച്ചർ കാണുന്നത് ഇന്ത്യ അല്ലെങ്കിൽ ഫ്യൂച്ചർ മൊത്തത്തിൽ കാണുന്നത് എന്താണ്, ഈ രീതിയിലുള്ളൊരു മാറ്റമാണ്. പിന്നെ കേരള മോഡൽ ഓഫ് കരിക്കുലം റിഫോം നമ്മൾ കേരളത്തിൻ്റെ പെർസ്പെക്റ്റീവ് പഠിക്കുകയാണെങ്കിൽ ഇന്നിപ്പം കണ്ണൂരും കാലിക്കറ്റും പിന്നെ എറണാകുളം MG യൂണിവേഴ്സിറ്റിയും അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയും 4 യൂണിവേഴ്സിറ്റികൾ ഒരുപോലെ എന്തായിട്ടുണ്ട്, ഈ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്, FIUGP മാറിയിട്ടുണ്ട്. അപ്പം അത് മാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ എല്ലാവരും ഒരുപോലെ ഗ്ലോബൽ സ്റ്റാൻഡേർഡും റീജിയണൽ ഇൻക്ലൂസിവിറ്റിയും സോഷ്യൽ ജസ്റ്റിസ് ഓറിയൻറ്റേഷനും അക്കാഡമിക് ഫ്ലെക്സിബിലിറ്റി, പിന്നെ ഡെമോക്രാറ്റിക് കരിക്കുലം റിഫോം എന്നൊക്കെ പറയും, ഡെമോക്രാറ്റിക് എന്നൊക്കെ പറയും, അതൊക്കെ ഭംഗിവാക്ക് മാത്രമാണ്. അങ്ങനെ എല്ലാം കൂടി കൊണ്ടുവന്നിട്ട് അവരെന്ത് ചെയ്യുന്നു, ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങും അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റിയും എത്തിക്കൽ ലേണിംഗും ഒക്കെ ഉണ്ടെന്നൊക്കെ അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ എല്ലാ കോളേജുകളും അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഞാൻ ഈ പറഞ്ഞ സംഗതികളൊക്കെ ഉണ്ടെന്ന് അവർ അവകാശപ്പെടുകയാണെങ്കിൽ ഭാവിയിൽ അതിലേക്ക് അവർ എത്തുക തന്നെ ചെയ്യും. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഇങ്ങനൊരു സംഗതിയാണ് മുന്നോട്ട് വന്നത്. അപ്പോൾ ഈ അഡ്വാൻറ്റേജ് നമ്മൾ പറയുന്നത്, FIUGPയുടെ അഡ്വാൻറ്റേജ് പറയുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഓരോന്നായിട്ട് എണ്ണാം. ഒന്ന്, ഫ്ലെക്സിബിൾ ആൻഡ് മൾട്ടി ഡിസിപ്ലിനറി. ഫ്ലെക്സിബിൾ ആയിരിക്കും, മാറി കളിക്കാം, നേരത്തെ പറഞ്ഞല്ലോ. ഫസ്റ്റ് ഇയറോടെ ചെയ്ത് സെക്കൻഡ് ഇയറോടെ പോകാം. അതോടൊപ്പം തന്നെ നമുക്കിപ്പോൾ ഒരു ടീച്ചറെ ഇഷ്ടമല്ലെങ്കിൽ ആ ടീച്ചറെ കോഴ്സ് ബാക്കി അപ്പുറത്തെ ടീച്ചറെ അടുത്ത് പോകാനുള്ള ഫ്ലെക്സിബിലിറ്റിയും കൂടി എന്താണ് നമുക്കിതിനകത്ത് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറഞ്ഞാൽ അങ്ങനെ ആവാലോ. ഇപ്പം നമുക്ക് ചില ആളുകളോട് നമുക്ക് താല്പര്യക്കുറവുണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കളിക്കാം എന്നുള്ളത് പോലെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതൊരു ഫോർമലായിട്ട് പറയാൻ പറ്റില്ലെങ്കിലും ഇൻഫോർമലായിട്ട് അങ്ങനെ എടുക്കാം. ഓക്കെ, രണ്ടാമത്തത് ലേണിംഗ്. അത് സ്റ്റുഡൻറ് സെൻട്രിക് ആണ്. നിലവിൽ ഈ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഈ ഹാർവാർഡിൻ്റെ ഒക്കെ പഴയ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ ടീച്ചർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പണ്ടൊക്കെ നമ്മൾ ടീച്ചർ എന്നാണ് വിളിച്ചിരുന്നത്. പിന്നെ അവരുടെ പേര് മാറ്റി ഇൻസ്ട്രക്ടർ എന്നായി. പിന്നീട് ഞാനൊരു 10 വർഷം മുമ്പ് അവരുടെ പേര് വായിച്ചപ്പം ഫെസിലിറ്റേറ്റർ ആയി. ഇപ്പം അവരുടെയൊക്കെ വീഡിയോ വായിച്ചു കഴിഞ്ഞാൽ ഡിസ്കസൻ്റ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ടീച്ചറുടെ റോള് ടീച്ചറിൽ നിന്ന് ഇൻസ്ട്രക്ടറായി മാറി, ഇൻസ്ട്രക്ടറിൽ നിന്ന് ഫെസിലിറ്റേറ്ററായി മാറി, ഫെസിലിറ്റേറ്ററിൽ നിന്ന് ഇപ്പം എന്തായി, ഡിസ്കസൻ്റ് ആയി. അപ്പോൾ ടീച്ചറെ പണി എന്താ, ഡിസ്കഷൻ നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ ബേസിക്കലി FIUGPയുടെ ലക്ഷ്യവും നമ്മുടെ മൊത്തത്തിലുള്ള ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ്റെ ലക്ഷ്യം എന്താണ്, സ്റ്റുഡൻറ് സെൻട്രിക് ലേണിംഗ്. ടീച്ചർ ഇങ്ങനെ വളവളാന്ന് പറയുന്നതിന് പകരം സ്റ്റുഡൻറ് സെൻട്രിക് ലേണിംഗ് ആണ് FIUGPയുടെ അടിസ്ഥാന ലക്ഷ്യം. FIUGP പറഞ്ഞാൽ 3 വർഷം 4 വർഷം ആക്കില്ലെന്ന് നേരത്തെ പറഞ്ഞു. അപ്പം 4 വർഷം ആക്കുന്നതിനേക്കാൾ ഉപരി ഈ ഒരു സമൂലമായ മാറ്റം അതിലേക്ക് കൊണ്ടുവരണം. ടീച്ചർമാരൊക്കെ അങ്ങനെ മാറുന്നില്ലെങ്കിൽ അവരുടെ കുഴപ്പമായിട്ട് കണക്കാക്കിയാൽ മതി. സത്യം പറഞ്ഞാൽ ആ രീതിയിലേക്ക് നമ്മളൊക്കെ ഒരു ഡിസ്കഷൻ മോഡിലാണ് നമ്മളെ NITയിലൊക്കെ പിന്നെ ക്ലാസ്സുകൾ പഠിപ്പിക്കാറ്. അപ്പം ചില ആളുകൾ എന്താവും എന്നാലും പഠിപ്പിച്ചുകൊണ്ട് പ്രസൻറ്റേഷൻ എടുത്ത് ഇങ്ങനെ വയല് പറഞ്ഞാണ് പോകുന്നതായി നിങ്ങൾ കാണുമായിരിക്കും. അപ്പം അതൊക്കെ ഓരോരുത്തരുടെ അപ്രോച്ചാണ്. പക്ഷേ ഈ രീതിയിലേക്ക് മാറിയില്ലെങ്കിൽ കുട്ടികളുടെ ടീച്ചർമാർക്ക് പണിയെടുക്കുന്ന ഒരു കാലം വരുമ്പോൾ എന്താവും, അങ്ങനെ മൊത്തം മാറിക്കോളും. എല്ലാം ഒരു ദിവസം കൊണ്ട് രാവിലെ തന്നെ മാറാൻ സാധ്യതയില്ല. അടുത്ത രണ്ടാമത്തെ കാര്യം, ഒന്ന് കരിക്കുലം, 2 ലേണിംഗ്, മൂന്നാമത്തെ റിസർച്ചാണ്. ഇൻ്റഗ്രേറ്റഡ് അറ്റ് UG ലെവലിൽ നമ്മൾ റിസർച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. പിന്നെ മൊബിലിറ്റി, ക്രെഡിറ്റ് ട്രാൻസ്ഫർ ആൻഡ് മൊബിലിറ്റി ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പം അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റിൽ നമ്മൾ ചേർന്നു. പിന്നെ അടുത്തത് എംപ്ലോയബിലിറ്റി, സ്കിൽ ബേസ്ഡ് ആണ്. നമ്മുടെ പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഏറ്റവും പ്രധാനമായിട്ടും സ്കിൽ ഓറിയൻറ്റഡ് ആണ്. എംപ്ലോയബിലിറ്റിയാണ് അടിസ്ഥാനം. അതിലേക്ക് മാറ്റം വരുത്താനുള്ള കോഴ്സുകളും ഓരോ കോഴ്സിലും അത്തരം മൊഡ്യൂളുകളും, ഈ 5ാമത്തെ മൊഡ്യൂൾ എന്നൊക്കെ പറഞ്ഞൊരു ഫ്ലെക്സിബിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ അതൊക്കെ പലരും തട്ടിക്കൂട്ടിയാണ് ഇപ്പോൾ പോണത്. പക്ഷേ അത് ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് ആയിക്കൊണ്ടുള്ള ആളെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കണം എന്നൊക്കെയാണ് വരാൻ പോകുന്ന മാറ്റം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 4 മൊഡ്യൂൾ, ഇപ്പോൾ 4 ചാപ്റ്റർ ഒരാൾ പഠിപ്പിച്ചു, 5ാമത്തെ ചാപ്റ്റർ എന്ത് ചെയ്യുന്നു, പുറത്തുനിന്ന് നമ്മൾ പൈസ കൊടുത്തിട്ട് ഇൻഡസ്ട്രിയിൽ നിന്ന് ആളെ കൊണ്ടുവരണം എന്നൊക്കെയാണ് ഇതിൻ്റെ ഒരു വെപ്പ്. അത് എത്ര കണ്ട് എല്ലാവരും ചെയ്യുന്നു നമുക്കറിയില്ല. പക്ഷേ അതിലോ ഏറ്റവും മിനിമം നിലവിലുള്ള അധ്യാപകർ അത് പഠിച്ചിട്ട് എന്ത് ചെയ്യണം, ആ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് മനസ്സിലാക്കുന്നത്. അടുത്തത് ഇൻ്റർനാഷണലൈസേഷൻ. ഞാൻ ഉദാഹരണം, ഒന്ന് ലേണിംഗ് പറഞ്ഞു, കരിക്കുലം പറഞ്ഞു, മൊബിലിറ്റി പറഞ്ഞു, റിസർച്ച് പറഞ്ഞു, എംപ്ലോയബിലിറ്റി, ദെൻ ഇൻ്റർനാഷണലൈസേഷൻ. അടുത്തത് വരുന്നത് ഇൻ്റർനാഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്, ഗ്ലോബലി കോമ്പറ്റബിൾ ആവാം. പിന്നെ അടുത്ത് പറഞ്ഞാൽ അക്രഡിറ്റേഷൻ. ഇനി വരാൻ പോകുന്ന അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ FIUGP അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ ഉണ്ടാവില്ല. അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു നാക്കോ
NBA മാത്രമല്ല, ഈ അടുത്ത പ്രഷർ ഇപ്പം ഞങ്ങൾക്ക് NBA മാത്രമല്ല, ഇപ്പം NIRF റാങ്കിങ് ഒരു പ്രഷറാണ്. അതും കഴിഞ്ഞിട്ട് നമുക്ക് വരാൻ പോകുന്നത് QS റാങ്കിങ് അടക്കമുള്ള സാധനങ്ങൾ. ഇപ്പം ഇന്ത്യയിൽ ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റികളും QS റാങ്കിങ്ങിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം QSൽ 1000 മേലെ കിട്ടിയാലും കുഴപ്പമില്ല തൽക്കാലം. പിന്നീട് എന്ത് ചെയ്യാം, നമുക്ക് താഴെ കൊണ്ടുവരാമെന്നുള്ള കാഴ്ചപ്പാടിൽ ഓരോരുത്തരും മാറും. അപ്പോൾ ആദ്യം കയറി പറ്റിയ റാങ്കിൽ പിന്നീട് എന്ത് ചെയ്യുക, താഴത്തോട്ട് കൊണ്ടുവരിക എന്നുള്ളത് എല്ലാ സ്ഥാപനങ്ങളും അതിനുള്ള കൈ കൊടുത്ത് ഞങ്ങൾ NIT കാലിക്കറ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞു. QS റാങ്കിങ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അപ്പം ബേസിക്കലി അതൊരു അലൈൻമെന്റ് ആണ്. ആ അലൈൻമെന്റിലേക്ക് എല്ലാ സ്ഥാപനങ്ങളും മാറുമ്പോൾ സ്വമേധയാ എന്താവും, സ്ഥാപനങ്ങളൊക്കെ ഉയർന്നു വരും. പിന്നെ ടെക്നോളജി നേരത്തെ പറഞ്ഞു, ഹൈബ്രിഡ് ആൻഡ് ഡിജിറ്റൽ ലേണിംഗ്. പിന്നെ എക്സിറ്റ് ഓപ്ഷൻസ് നേരത്തെ പറഞ്ഞു, മൾട്ടിപ്പിൾ പാത്വേസ്. 1ാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങിയിട്ട് 3ാം ക്ലാസ്സിൽ ഇറങ്ങാം, 3ാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങിയിട്ട് 4ാം ക്ലാസ്സിൽ ഇറങ്ങാം. ഈ രീതിയിലുള്ള എക്സിറ്റ് ഓപ്ഷൻസ്. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഇന്നവേഷനാണ്. റിസർച്ച് ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് ഫോക്കസ് ആണ് നമ്മുടെ കരിക്കുലത്തിൻ്റെ അടിസ്ഥാനം. ഈ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഈ രീതിയിലുള്ള മാറ്റങ്ങൾ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടാവും. എത്രയും പെട്ടെന്ന് അത് ആ രീതിയിലേക്ക് കാര്യങ്ങൾ പിന്നെ എത്തുമെന്ന് തന്നെയാണ് നമ്മൾ ഈ FIUGPയുടെ നിലവിലുള്ള സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഞാൻ ഏകദേശം എല്ലാ ഭാഗവും കവർ ചെയ്തെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇനിയുള്ള സംശയങ്ങൾ തീർക്കാന്നുള്ളതാണ്. കുറേ ആളുകൾക്ക് കുറേ അഭിപ്രായങ്ങളും ഉണ്ടാവാം. ഞാൻ വളരെ ജനറിക്കായിട്ട് പറഞ്ഞു പോയതാണ്. അപ്പം ഇനി നിങ്ങളുടെ ചോദ്യത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ അതിനെ വിശദീകരിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു, ഇൻഷാ അല്ലാഹ്. അപ്പം പിന്നെ ഇത്ര എനിക്ക് ഇതിനെ പറ്റിയിട്ട് പ്രാഥമികമായിട്ട് പറയാനുള്ളൂ. നൗ ലീവ് ഇറ്റ് ടു യു. ഓക്കെ, സാറ് പറഞ്ഞ പോലെ തന്നെ പാരന്റ്സിനും സ്റ്റുഡൻസിനും മീറ്റിംഗിൽ ബാക്കി എല്ലാവർക്കും സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്, മൈക്ക് ഓൺ ആക്കിയിട്ട്. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മുടെ FIUGP നടപ്പിലാക്കി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2 തവണ ഇപ്പോൾ BA എക്കണോമിക്സിന്റെ പരീക്ഷ മാറ്റിവെച്ചു. അതായത് ഏപ്രിൽ 6 ആരംഭിക്കേണ്ട പരീക്ഷ ഇപ്പോഴും തുടങ്ങിയിട്ടില്ല. ജൂൺ 2 എന്നാണ് പറയുന്നത്. ഈ തുടക്കത്തിൽ തന്നെ FIUGPക്ക് വലിയൊരു പ്രതീക്ഷ ഒക്കെ ഉണ്ടായിരുന്നു. അതായത് എക്സാം ഏകീകരിക്കുക, റിസൾട്ട് ഒരേ സമയം വരിക, ആ രീതിയിലുള്ള ആശങ്ക ഇനിയും നിലനിൽക്കുന്ന രീതിയിലേക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇതിനെ കൊണ്ടുപോകുകയാണോ? എന്താണ് താങ്കളുടെ അഭിപ്രായം? യൂണിവേഴ്സിറ്റി സ്ട്രക്ചറിൽ യൂണിവേഴ്സിറ്റി നടക്കുന്ന എല്ലാ സംഗതിയും എനിക്ക് മറുപടി പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം ഞാൻ പറയാം. നമ്മൾ ഒരു മാറ്റത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ സിസ്റ്റത്തെ നമ്മൾ സമൂലമായിട്ട് മാറാൻ ചിലപ്പോൾ സമയമെടുക്കും. അപ്പം നേരത്തെ നമ്മുടെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന അനാസ്ഥയോ നിങ്ങൾ പറഞ്ഞു നടക്കുന്ന അനാസ്ഥയും പ്രശ്നങ്ങളും ഒക്കെ ഒരു സുപ്രഭാതത്തിൽ എന്ത് ചെയ്യില്ല, സമ്പൂർണ്ണമായിട്ട് മാറാൻ സാധ്യതയില്ല. അപ്പം അതൊക്കെ എന്താണ്, ഈ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഇടയിൽ നിന്നുകൊണ്ട് പെട്ടെന്നൊരു പുതിയ സംരംഭത്തിലേക്ക് വന്നപ്പോൾ അതിൻ്റെയും കൂടി പ്രഷർ വന്നപ്പോൾ ഉണ്ടാവുന്ന ഒരു തുടക്കത്തിലുള്ള ഒരു കല്ലുകടിയായിട്ട് മാത്രം അത് കണ്ടാൽ മതി. ആരും ഇതിനെന്ത് ചെയ്യുന്നില്ല, തകർക്കാനോ ഇല്ലാതാക്കാനോ ശ്രമിക്കുന്നൊന്നുമില്ല. അതൊരു അങ്ങനെ ഒരു കല്ലുകടിയാണെന്നോ. രണ്ടാമത്തെ കാര്യം, ഇത് FIUGP ഒരു റിയാലിറ്റിയാണ്. അപ്പം FIUGP റിയാലിറ്റി ആയിക്കൊണ്ട് മാറുക എന്നുള്ളതല്ലാതെ വേറൊരു മാർഗം യൂണിവേഴ്സിറ്റിക്കില്ല. പിന്നെ സിസ്റ്റത്തിനകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമാവാം, സാമ്പത്തികമാവാം, സാമൂഹികമാവാം, നാട്ടുകാരാവാം, കുട്ടികളാവാം, എല്ലാവരും പ്രശ്നമാണ്. അപ്പോൾ ഏതൊക്കെ പ്രശ്നങ്ങൾ അതിനകത്തുണ്ടോ ആ പ്രശ്നങ്ങളൊക്കെ തുടക്കത്തിൽ ഉണ്ടാവുകയും ഫ്യൂച്ചറിൽ അത് എലിമിനേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുമെന്നേ നമുക്ക് വിചാരിക്കാൻ പറ്റുള്ളൂ. അതൊന്നും FIUGPന്റെ കുഴപ്പമല്ല, ഈ റിഫോമിൻ്റെ കുഴപ്പമല്ല, നമ്മളെ കുഴപ്പമാണ്. നമ്മളെ കുഴപ്പങ്ങൾ നമ്മൾ തീർക്കാത്തടത്തോളം കാലം ആ കുഴപ്പങ്ങളൊക്കെ നിലനിൽക്കും. നമ്മൾ തീർക്കുന്ന മുറയ്ക്ക് അതെന്താവും, അവസാനിക്കുകയും ചെയ്യും. പക്ഷേ മാറിയില്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണോ കേരളത്തിലെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ആയിട്ടും കാര്യമല്ല, എടുത്തെറിയപ്പെടും. അതാണ് വരാൻ പോകുന്ന സംഗതി എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഉദാഹരണം പറയാം. ഇപ്പോൾ കേരളത്തിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കേരളത്തിലെ കുട്ടികൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, പണ്ടൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുന്ന നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നമ്മളൊരു മാറ്ററായിട്ട് പോകുന്നത് കേരളത്തിൽ ഏത് യൂണിവേഴ്സിറ്റിയിലും +2 പ്രീ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന കാലത്ത് ഒരു യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷാഭാവിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ ഒരു കണ്ണട ഉണ്ടാവും, ആളവിടെ ഉണ്ടാവില്ല. നമ്മളെന്തോ കയറി നമ്മളെന്തോ ശത്രുക്കളെ പോലെയാണ് ഒരു പെരുമാറുക. ഓക്കെ, അങ്ങനെ നമ്മളൊരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് മറ്റേ മറിച്ച് എന്നൊക്കെ പറഞ്ഞാൽ 1000കണക്കിന് ഡോക്യുമെന്റ് വേണ്ട ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ആ പരീക്ഷാഭവനിൽ കയറുക എന്നൊക്കെ പറഞ്ഞൊരു ചടങ്ങായിരുന്നു. പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലം ഞാൻ പറയുന്നത്. അപ്പോൾ അന്ന് MBBS MD ഒക്കെ കഴിഞ്ഞ പിന്നെ മെഡിക്കൽ കോളേജിലെ കുട്ടികളും അവിടെ ഉണ്ടാവും. ഓരും ഉണ്ടാവും അവിടെ ഇങ്ങനെ കാത്തു കെട്ടി കിടക്കുന്ന വലിയ വലിയ ഡോക്ടർമാരായിരിക്കും. എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റിൽ ഒരു പേര് മാറ്റാനൊക്കെ ആയിരിക്കും. ആ അവസ്ഥ ഇവിടെ നിൽക്കുമ്പോൾ കേരളത്തിൻ്റെ പുറത്ത് നിങ്ങൾ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയോ ഡൽഹി യൂണിവേഴ്സിറ്റിയിലോ മറ്റോ പോവുകയാണെങ്കിൽ, ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിയിലോ വല്ല ലവ്ലി പ്രൊഫഷനിലോ പോവുകയാണെങ്കിൽ നിങ്ങളെ ചിരിക്കുന്ന മുഖങ്ങളാണ് നേരിടുന്നത്. സ്വാഭാവികമായിട്ടും
നിങ്ങളെന്താവും അങ്ങോട്ടേക്ക് മാറും. അതുവഴി എന്തായി ഇന്ത്യയിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി എന്ന പേര് കേട്ട യൂണിവേഴ്സിറ്റികളൊക്കെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ആയിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. നമ്പർ ഓഫ് ആളുകൾ കേട്ടോ, ഇന്ത്യയിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ആയിരുന്നു വിത്ത് നമ്പർ. 15 ലക്ഷം ആൾക്കാരൊക്കെ കണ്ട് ടോട്ടൽ എൻറോൾമെന്റ് ഉണ്ടായിരുന്നു അന്ന് പറഞ്ഞു, ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത്. അത്രയും കുട്ടികൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി, എന്നാൽ ഡിസ്റ്റൻസും എല്ലാം കൂടി ചേർത്തിട്ടുള്ള ടോട്ടൽ സ്റ്റുഡൻസിൻ്റെ നമ്പർ, അത്രയും ആളുകൾ പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നില്ല. 15 3 ലക്ഷം. അപ്പോൾ 3 ലക്ഷം ആളുകൾ അറ്റ് എ ടൈം പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ വേറെ ഇല്ലായിരുന്നു. ഇഗ്നോ പോലും ഒന്നും ഉണ്ടായിരുന്നില്ല. ആ അവസ്ഥയിൽ നിന്ന് അവരെവിടെ എത്തി? ഈ അവസ്ഥയിൽ എത്തിയില്ലേ? അപ്പം മാറിയില്ലെങ്കിൽ എടുത്തെറിയപ്പെടും. ആൾക്കാരെടുത്ത് ചവിട്ടിക്കൊട്ടയിലിടും. ചിലപ്പോൾ ഇങ്ങനെ കുറച്ച് കാലൂടെയൊക്കെ പോകും. ആളുകൾ എന്താകും, ചിരിക്കുന്ന മുഖവുമായിട്ട് കോളേജുകളും യൂണിവേഴ്സിറ്റികളൊക്കെ മാറുക തന്നെ ചെയ്യും. അത് മാറിയില്ലെങ്കിൽ ആളുകൾ അപ്പുറത്തെ യൂണിവേഴ്സിറ്റി പോകുന്നതിൻ്റെ പ്രശ്നം കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ മനസ്സിലാക്കുന്നുണ്ട്. അവരെ തിരുത്തുന്നുണ്ട്, ഉൾക്കൊള്ളുന്നുണ്ടെന്നേ മനസ്സിലാക്കുന്നത്. എല്ലാ പ്രശ്നവും കൂടി ഒരു ദിവസം രാവിലെ അങ്ങ് തീരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എനിവേ, എനിക്ക് ആ ഒരു മറുപടി ഒന്നുമില്ല നിങ്ങളാ ചോദിച്ചതിന്. ഇങ്ങനെയൊക്കെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. താങ്ക് യു സർ. അടുത്തത് സാർ ഗുഡ് മോർണിംഗ്. ഇതിപ്പം ഏതൊക്കെ യൂണിവേഴ്സിറ്റിയാണ് സാർ ഇപ്പൊ ഈ കോഴ്സുകൾ തുടങ്ങിയിട്ടുള്ളത് 4 ഇയർ? എല്ലാ യൂണിവേഴ്സിറ്റിയും തുടങ്ങി. എല്ലാ യൂണിവേഴ്സിറ്റിയും ഇത് തുടങ്ങുക എന്നൊരു കൺസെപ്റ്റ് അല്ല, ഇത് നിർബന്ധമാണ്. അപ്പൊ അതുകൊണ്ട് ഇനി അങ്ങോട്ട് 4 ഇയർ ഡിഗ്രി ഉള്ളൂ ഇന്ത്യയിൽ. 3 ഇയർ ഡിഗ്രി ഈ വർഷം തൊട്ട് 3 ഇയർ ഡിഗ്രി ഒരിടത്തും കാണത്തില്ല. ഇല്ല. 3 ഇയർ കഴിഞ്ഞാൽ എല്ലാം 4 ഇയറിലേക്ക് മാറി. അപ്പൊ ഇനി നമ്മള് 3 ഇയർ എന്ന് പറഞ്ഞ ഡിഗ്രി, ഇപ്പോഴും 3 ഇയർ ഡിഗ്രി ഉണ്ട്. 3 വർഷം കഴിഞ്ഞ് ഇറങ്ങി പോന്നാൽ മതി. അപ്പൊ 3 ഇയർ ആയി. നിങ്ങൾക്ക് BCom പണ്ടത്തെ പോലെ കിട്ടും, BSc കിട്ടും, BBA ഒക്കെ കിട്ടും. അപ്പൊ നമുക്ക് 3 ഇയറും 4 ഇയറും ഇയറിന്റെ നമ്പർ കൊണ്ടാണ് കുട്ടികളെ കെട്ടിക്കാനാണെങ്കിൽ ഇറങ്ങി പോരുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അതൊന്നും അല്ല വിഷയം. അപ്പൊ അടിസ്ഥാനപരമായിട്ട് 4 ഇയർ 3 ഇയർ ആയി എന്നുള്ളതല്ല ഇതിന്റെ പോയിന്റ്. ഇതിന്റെ സമൂലമായ മാറ്റമാണ് ഇതിന്റെ പോയിന്റ്. അപ്പോൾ 3 ഇയർ 4 ഇയർ ആയതുകൊണ്ട് 3 ഇയർ കഴിഞ്ഞ് നിർത്തി പോന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടാവും? നേരത്തെ പറഞ്ഞ BCom ഉണ്ടാവും, നേരത്തെ പറഞ്ഞ BA ഉണ്ടാവും, BBA ഉണ്ടാവും, എല്ലാം അവിടെ ഉണ്ട്. ഇതൊന്നും ആരും എടുത്ത് കളഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ മാറ്റങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു 4 ഇയർ ഡിഗ്രി അവിടെ ഉണ്ട്. നാലാമത്തെ വർഷം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹോണേഴ്സ് കിട്ടും. ഹോണേഴ്സ് വിത്ത് റിസർച്ചോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി കോഴ്സ് മാത്രം എടുക്കുകയാണെങ്കിൽ ഹോണേഴ്സ് എടുക്കാം. കോഴ്സിൻ്റെ കൂടെ കുറച്ച് റിസർച്ച് ഒരു പ്രൊജക്റ്റ് എടുക്കുകയാണെങ്കിൽ അത് നമ്മൾ ഹോണേഴ്സ് വിത്ത് റിസർച്ച് എടുക്കാം. അത്രേ ഉള്ളൂ. അല്ലാതെ ഈ 3-4 വർഷമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നമല്ല ഇത്. സമൂലമായ മാറ്റത്തിന്റെ ചർച്ചയാണ് നമ്മൾ ചെയ്യുന്നത്. അല്ല സാർ, അപ്പോ ഇനിയുള്ള കാലങ്ങളിൽ 4 ഇയർ കംപ്ലീറ്റ് ചെയ്യുന്നതിലേ ഗുണകരമുള്ളൂ. കാരണം നമ്മൾ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു വേൾഡിലാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ 3 ഇയർ ഡിഗ്രി ആയിട്ട് ഒരാൾ പുറത്തിറങ്ങുമ്പോൾ മെജോറിറ്റി ഓഫ് ആൾക്കാർ 4 ഇയർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി 3 ഇയർ കംപ്ലീറ്റ് ചെയ്ത ആളിന് അവിടെ ഒരു കോമ്പറ്റീറ്റീവ് എൻവയോൺമെന്റിൽ സ്ഥാനം ഉണ്ടാവില്ലല്ലോ. നമ്മുടെ ലക്ഷ്യത്തിനനുസരിച്ചിരിക്കും. നമ്മുടെ ലക്ഷ്യം, ഉദാഹരണമായിട്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും 2 ഇയർ PG ഉണ്ട് അല്ലേ? നിലവിൽ ഫോറിനിൽ പോയി കഴിഞ്ഞാൽ 2 ഇയർ PG അവിടെ ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാൻ താല്പര്യമുണ്ട്. നമ്മുടെ നാട്ടിൽ 4 വർഷം കൊണ്ട് UG കൊണ്ട് റിസർച്ചിന് കയറാൻ പറ്റുമെന്നൊക്കെ പറയുമെങ്കിലും ആരും എടുക്കൂല. NIT-യിലൊക്കെ ഞങ്ങൾ BTech 4 വർഷം കഴിഞ്ഞ് BTech കഴിഞ്ഞ ഒരാളെ നമ്മൾ PhD-ക്ക് എടുക്കാൻ ഞങ്ങൾ പേപ്പറിൽ അഡ്വർടൈസ്മെന്റ് ഒക്കെ കൊടുക്കുമെങ്കിലും ഏറ്റവും ക്രക്സ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള കുട്ടികളെ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. അപ്പോൾ 1000 ആപ്ലിക്കേഷൻ വന്നാൽ 10 എണ്ണം എടുക്കുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് 990 ആളുകൾ എന്താണ് കഴിയാത്തവരാ. M.Tech കഴിഞ്ഞ് വന്ന ഒരാൾ നമ്മൾ എന്ത് ചെയ്യും? കുറച്ചുകൂടിയും ലീനിയൻ്റ് ആയിട്ട് പരിഗണിക്കും. ഓക്കെ, അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ആ ഒരു അവസ്ഥ ഞങ്ങൾക്ക് നിലനിൽക്കുമ്പോൾ FIUGP കഴിഞ്ഞ് വന്ന ഒരാൾ റിസർച്ചിന് പോകാൻ പറ്റും എന്നുള്ളത് താൽക്കാലികമായെങ്കിലും ഒരു മിഥ്യയാണ്. കുറച്ച് കാലം കഴിഞ്ഞാൽ എന്താവും? ഇന്ത്യയിൽ മൊത്തം നടപ്പിലാവും. അപ്പോൾ റിസർച്ചാണ് നിങ്ങളുടെ ഫോക്കസ് എങ്കിൽ നിങ്ങൾ 3 വർഷം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് PGക്ക് അഡ്മിഷൻ വാങ്ങിച്ചെടുത്തിട്ട് PG കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 വർഷം കൊണ്ട് UG PG ആയി. ഓക്കെ, ആ PG കഴിഞ്ഞ് നിങ്ങൾ റിസർച്ചിനാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിലോ പുറത്തോ ആ റിസർച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ റിസർച്ച് ഫോക്കസിന് നിലവിലെങ്കിലും ചിലപ്പോൾ 3 ഇയർ കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോയിട്ട് ഒരു PG അഡ്മിഷൻ വാങ്ങിച്ചെടുക്കുന്നതായിരിക്കും ലാഭം. കോമ്പറ്റീറ്റീവ്നെസ്സിന്റെ പ്രശ്നം അവിടെ ഇല്ല. കാരണം നിങ്ങളുടെ കയ്യിൽ 5 വർഷത്തെ PG കിടക്കുകയാണ്. അതേസമയത്ത് ബാക്കിയുള്ളവരുടെ കയ്യിൽ 4 വർഷത്തെ UG ആണ് ഉണ്ടാവുക. അപ്പം ഇതൊരു കോമ്പറ്റീറ്റീവ്നെസ്സിന്റെ പ്രശ്നമല്ല. രണ്ടാമത്തത് പർപ്പസ് ആണ്. നിങ്ങൾക്ക് നല്ലൊരു അവസരം വിദേശത്ത് കിട്ടിക്കഴിഞ്ഞാൽ 4-ാമത്തെ വർഷം നഷ്ടപ്പെടുത്താതെ 3 വർഷം കഴിഞ്ഞ് എന്ത് ചെയ്യാം? ആ അവസരത്തിലേക്ക് ചാടിക്കയറി പോകുന്നതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ സാമ്പത്തിക ആരോഗ്യത്തിനും മറ്റ് ആരോഗ്യത്തിനും നല്ലതെന്ന് വേണം പറയാം. അപ്പം 4-ാമത്തെ വർഷം നമുക്ക് സമയമുണ്ട്. എല്ലാം കൊണ്ടും നമ്മളെ കാര്യങ്ങൾ ക്ലിയർ ആണ്. നമ്മളെ കുട്ടിക്ക് ഒരു കൊല്ലൂടെ പഠിക്കാൻ ഇഷ്ടമുണ്ട്. എല്ലാം കൊണ്ടും അങ്ങനെയാണെങ്കിൽ ദ ബെസ്റ്റ് എപ്പോഴും 4-ാമത്തെ വർഷം എടുക്കുന്നത് തന്നെയാണ്.
അല്ല 3 വർഷം കഴിഞ്ഞ് ഇറങ്ങിപ്പോയത് കൊണ്ട് നിങ്ങൾ എന്താവുന്നില്ല, ഇന്ന് എടുത്തെറിയപ്പെടുന്നില്ല, സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. രണ്ടാമത് നിങ്ങൾ 2 വർഷത്തെ ഈ PG ആണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ 4 വർഷം കഴിഞ്ഞ് പിന്നെ 2 വർഷം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ചിലപ്പോൾ 3 വർഷം കഴിഞ്ഞിട്ട് 2 വർഷം ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും അവന്. അതേ സമയത്ത് ചില ആളുകൾക്ക് ക്യാമ്പസ് ലൈഫ് 2 വർഷം കൂടി എൻജോയ് ചെയ്യാനാണ് ലക്ഷ്യമെങ്കിൽ 6 വർഷം എടുക്കുന്നതായിരിക്കും രസം. ഓരോരുത്തരുടെ രസത്തിനനുസരിച്ചും സാഹചര്യത്തിനനുസരിച്ചും നമുക്ക് ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം, താൽക്കാലികമായിട്ട് മാറാം. ഒരു കാലം കഴിഞ്ഞാൽ ഈ 2 വർഷത്തെ PG 1 വർഷത്തെ PG ആയി മാറിക്കഴിഞ്ഞാൽ 4 വർഷത്തെ UG കഴിഞ്ഞവർക്ക് മാത്രമേ 1 ഇയർ PGയിലേക്ക് കയറാൻ പറ്റുള്ളൂ എന്നുള്ള സാഹചര്യം വന്നു കഴിഞ്ഞാൽ, 5 വർഷം കഴിഞ്ഞിട്ട് കാര്യമാണ് പറഞ്ഞത്, അപ്പോഴേ ആ പ്രശ്നം നിലനിൽക്കുന്നു. അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ്നെസ് ഒക്കെ എന്നാൽ റിലേറ്റീവ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. കറക്റ്റായിട്ട് ഉള്ള ആൻസർ എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ആവശ്യമാണ് ആൻസർ. ഓക്കെ ഓക്കെ സാർ, താങ്ക് യു. സാർ നെക്സ്റ്റ്. സാർ ഞാൻ ഇപ്പോൾ +2 കംപ്ലീറ്റ് ചെയ്തൊരു സ്റ്റുഡൻ്റ് ആണ്. എനിക്ക് വേറൊരു ഡൗട്ടാണുള്ളത്. ഞാനിപ്പോൾ NIT കാലിക്കറ്റിൻ്റെ NCT എന്ന് പറഞ്ഞൊരു എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ കുസാറ്റ് കാറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഫിസിക്സ് പഠിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അത് പിന്നീട് അതിനെ റിസർച്ച് ഓറിയൻറ്റഡ് ഒക്കെ ആയിട്ട് കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും സിലബസ് വൈസ് ഞാൻ കമ്പയർ ചെയ്ത സമയത്ത് NIT കാലിക്കറ്റിൽ കുറച്ചുകൂടി BEdൻ്റെ കാര്യങ്ങൾ കുറച്ചധികം വരുന്നുണ്ട് ഫസ്റ്റ് സെമസ്റ്റർ മുതൽ. പക്ഷേ കുസാറ്റിൽ കുറച്ചുകൂടി റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ ഏത് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് സാർ? ആ ചോദ്യം ഒന്നുകൂടി ബേസിക്കലി നിങ്ങൾ കുസാറ്റാണോ NIT ആണോ ചൂസ് ചെയ്യണമെന്നാണ് പറയുന്നത്? അതായത് റിസർച്ച് ഓറിയന്റഡ് ആയി പോകുന്ന സമയത്ത് നമുക്ക് ഏത് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്? NITയിൽ എന്തായാലും നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷർ തീർച്ചയായിട്ടും വേറെ ആയിരിക്കും. കുസാറ്റിനൊക്കെ വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു എക്സ്പോഷർ തന്നെ ആയിരിക്കും NITയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ചോദ്യം പബ്ലിക് അല്ല, പ്രൈവറ്റ് ആയിട്ട് എൻ്റെ നമ്പർ വാങ്ങിച്ചിട്ട് ചോദിച്ചാൽ പറഞ്ഞുതരാം. ഓക്കെ സാർ. അങ്ങനെയല്ല, NIT ആണോ കുസാറ്റാണോ നല്ലതെന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും NIT ആണോ കുസാറ്റ് ആണോ നല്ലതെന്നല്ല, നമ്മൾ റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് ചിന്തിക്കുന്ന സമയത്ത് ഏതായിരിക്കും ബെറ്റർ എന്നുള്ള ഒരു സംശയം. നമ്പർ വാങ്ങിച്ചോ, ഞാൻ പറയാം. ഓക്കെ സാർ, താങ്ക് യു. പബ്ലിക്കായിട്ട് നല്ലതെന്നുള്ളൊരു കമ്പാരിസൺ വെക്കണ്ടല്ലോ. ആളുകൾ ചോദിക്കുമ്പോൾ ഒന്ന് പിന്നെ ഓഡിയോ ഓൺ ആക്കുന്നത് നന്നായിരുന്നു കേട്ടോ, വീഡിയോ. അടുത്തത് നെക്സ്റ്റ്. അത് ലൈവായിട്ട് ഞാൻ വളരെ സിമ്പിളായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ലൈവായിട്ട് നിങ്ങൾക്ക് എന്തും ചോദിക്കട്ടോ, നിങ്ങൾ അതിനെ പറ്റിയിട്ടൊരു ബേജാറാവണ്ട. ഓക്കെ, എൻ്റെ നമ്പർ വേണമെങ്കിൽ CG ഹെഡ് ക്വാർട്ടേഴ്സ് കളക്ട് ചെയ്ത് വേണമെങ്കിൽ വിളിക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല, ഞാൻ അതും ആൻസർ ചെയ്യാവുന്നതാണ്. പിന്നെ എന്നെ സംബന്ധിച്ചോളം ഞാൻ പറയുന്ന ഒരു കാര്യം വെച്ചാൽ, ഞാൻ FIUGP കേരളത്തിലെ ഡിഗ്രി കോളേജിൽ പഠിപ്പിക്കുന്നില്ല. പഠിപ്പിക്കുന്നവരുടെ റിയാലിറ്റി പഠിപ്പിക്കുന്നവർക്ക് അറിയുള്ളൂ. പക്ഷേ എനിക്ക് NIT കാലിക്കറ്റിലെ ഒരവസ്ഥ അറിയാം. അപ്പം അതിലേക്കുള്ളൊരു ചുവടുവെപ്പൊക്കെ തന്നെയാണ് ഈ FIUGP വരുന്നത്. കാരണം NIT നമ്മൾ നിലവിൽ സക്സസ്ഫുള്ളായി നടത്തി വരുന്നൊരു സിസ്റ്റത്തിലേക്കാണ് ഈ FIUGP വരുന്നതെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു മറയിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നിലവാരത്തിൽ എനിക്ക് അതിനെപ്പറ്റി മറുപടി പറയാൻ പറ്റും. പക്ഷെ റിയലി കോളേജിൽ എന്ത് നടക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനെപ്പറ്റി 100% വിശദീകരിക്കാൻ ചിലപ്പോൾ എനിക്ക് പറ്റിക്കോളന്നില്ല. പക്ഷേ കേരളത്തിലെ പത്രങ്ങളൊക്കെ വായിക്കുന്ന ഒരാളെന്നുള്ളവർക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുറമെ പലതും പറയാൻ പറ്റും, അത്രമാത്രം. ഓക്കെ, അപ്പം ഓരോന്നിനും അതിൻ്റെതായ ഒരു ഡെഫിസിറ്റ് ഉണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, ഞാനതിനെ മാക്സിമം അഡ്രസ്സ് ചെയ്യാൻ നോക്കാം ഇൻഷാ അല്ലാഹ്. സാറേ, ഈ ചാറ്റ് ബോക്സിൽ BSc മൈക്രോബയോളജിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ദേവഗിരി കോളേജ്. BSc ചാറ്റ് ബോക്സ് എവിടെ, അങ്ങനെയൊക്കെ ഉണ്ടോ? ഞാനത് കണ്ടില്ല കേട്ടോ. ആളുകൾ ദേവഗിരി കോളേജിനെ കുറിച്ച് പറയുമോ? ഞാൻ എന്തിനു പറയണ?
BSc മൈക്രോബയോളജി ആണ് നോക്കുന്നത്, അതിനെക്കുറിച്ച് ഒന്നും പറയാവോ? സി, ഞാനൊരു കരിയർ കൗൺസിലർ അല്ല. സിജിയിൽ ആവശ്യത്തിന് കരിയർ കൗൺസിലർമാരുണ്ട്. എന്നെക്കാൾ നന്നായിട്ട് മറുപടി പറയാൻ ശേഷിയുള്ള ആൾക്കാരുണ്ട്. ഇതിൽ കലക്കി കുടിച്ച ആൾക്കാരുണ്ട്. ഒന്ന് സിജിയായിട്ട് കണക്ട് ചെയ്യോ, അവർ നല്ല മറുപടി നിങ്ങൾക്ക് തരും. ഓക്കെ, ഞാൻ എന്ത് പറഞ്ഞാലും എന്തെങ്കിലും നിസാർ സാർ ഒക്കെ ഉണ്ട്. ഏ ലുക്മാൻ സാർ, നിസാർ സാർ ഒക്കെ ഉണ്ട്. ഒന്ന് അതെ അതെ അതെ, അവർ പറയട്ടെ, പക്ഷെ പബ്ലിക്കായിട്ട് പറയണ്ട. ഓക്കെ, മോസ്റ്റ് ഫോറിൻ യൂണിവേഴ്സിറ്റീസ് ഡിമാൻഡ് 4 ഇയർ ഗ്രാജുവേഷൻ. അങ്ങനെ അതൊരു യാഥാർത്ഥ്യമാണ്. ഓക്കെ, പക്ഷെ 4 ഇയർ ഗ്രാജുവേഷൻ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ 3 ഇയർ ഡിഗ്രി കഴിഞ്ഞിട്ട് 2 ഇയർ PG കഴിഞ്ഞാലും അവിടുത്തെ 4 ഇയർ ഗ്രാജുവേഷനെ അത് ബാധിക്കില്ല കേട്ടോ. അപ്പം അത് ബേജാറാവണ്ട, അങ്ങനെ തെറ്റിദ്ധാരണ വേണ്ട. ഓക്കെ. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ സിജിയിലെ ചീഫ് കരിയർ കൗൺസിലറാണ്, റംല. ഓക്കെ, 2 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ സാർ? ഒന്ന്, റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് പഠിക്കാൻ താല്പര്യമുള്ള ഒരു കുട്ടിക്ക് NCET വഴിയുള്ള NIT ഇന്റഗ്രേറ്റഡ് BEd എടുക്കണോ, അതല്ല കുസാറ്റിൽ ഇന്റഗ്രേറ്റഡ് സയൻസ് എടുക്കണോ എന്നുള്ളതായിരുന്നു. ഫിസിക്സ് ആയിരുന്നു ആ കുട്ടിയുടെ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പം 2 തരത്തിൽ നമുക്കതിന്, ഞാൻ ക്യാമ്പസുകളെ കമ്പയർ ചെയ്യുന്നതിനേക്കാൾ നമുക്ക് ആ കുട്ടി ചോദിച്ച പോലെ തന്നെ കോഴ്സിനെ കമ്പയർ ചെയ്യുന്നത് വരുമ്പോൾ ബേസിക്കലി ഇയാളുടെ താല്പര്യം റിസർച്ചാണ്. റിസർച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വൺ വേ ഓർ ദി അതർ. എൻ്റെ ടീച്ചിങ്, ഒരു ഹൈ ലെവൽ ടീച്ചിങ് റിസർച്ച് അസോസിയേറ്റ്സിനുമായിട്ടും റിസർച്ച് ചെയ്യുന്ന ആളുകളായിട്ടൊക്കെ തരുന്ന ഒരു തരത്തിലുള്ള ഒരു ടീച്ചിങ് തന്നെ ആയിരിക്കും നമുക്ക് എൻഡ് ഓഫ് ദി ഡേ വരുന്നത്. പിന്നെ റിസർച്ച് ലാബുകളിലുള്ള വർക്കുകളും. അപ്പം അങ്ങനെ വരുമ്പം നമ്മൾ എവിടെയെങ്കിലും റിസർച്ച് എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ടേം പ്ലാൻ ആണ്. ഇനി അപ്പം വരുമ്പം സബ്ജക്റ്റിൽ കുറച്ച്, കുസാറ്റിൽ കുറച്ചും കൂടെ റിസർച്ച് ബേസ്, കാരണം അത് പ്യുവർ സയൻസിലാണ് അവിടെ കോഴ്സ് കൊടുക്കുന്നത്. ഇവിടെ ഒരു പ്രൊഫഷണൽ മോഡലാണ് NITയിൽ കോഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഇയാൾക്ക് 2 ചെയ്താലും റിസർച്ച് ചെയ്യാം. 4 ഇയർ NCET കഴിഞ്ഞിട്ട് ഇയാൾക്ക് PG ചെയ്യാം, 1 ഇയർ PG എൻട്രൻസുകൾ വഴി ചെയ്യാം. വേണമെങ്കിൽ ഡയറക്റ്റ് റിസർച്ചിലേക്ക് ഓപ്ഷൻ. ഈ 4 ഇയർ UGയുടെ എല്ലാ ബെനിഫിറ്റും NCET വഴി വരുന്ന BEdന് കിട്ടുമെന്നാണ് എൻ്റെ ഒരു ധാരണ. മീൻസ് ഞാൻ അവിടെ ഇവിടെയൊക്കെ വായിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ആ തരത്തിൽ ഇയാൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ തന്നെ റിസർച്ച് എടുക്കുമ്പം ഒരു പ്രൊഫഷണൽ സാധനം ഇയാളുടെ കയ്യിലാവും. ഒരു സെറ്റ് ഓഫ് കരിയറിൻ്റെ ഒരു ഏരിയ സെക്യൂർ ആയിട്ട് വീണ്ടും റിസർച്ചിലേക്ക് പോകുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആണ് തോട്ടുന്നുണ്ടെങ്കിൽ എടുക്കാം. കംപ്ലീറ്റ് പ്യുവർ റിസർച്ച് കഴിഞ്ഞിട്ടേ എന്തും ചെയ്യുള്ളൂ എന്നുള്ളൊരു ഓപ്ഷൻ ആണെങ്കിൽ ബെറ്റർ കുസാറ്റാണ്, കുസാറ്റിലെ കോഴ്സാണ്. പക്ഷേ ഇവിടെ എടുക്കുമ്പോൾ NITയിലെ കോഴ്സ് ആയതുകൊണ്ട് തന്നെ പൊതുവേ മറ്റുള്ള സിലബസുകളിൽ നിന്നും, സിലബസൊക്കെ നോക്കുമ്പോൾ ഇയാൾ നോക്കിയല്ലോ, സാധാരണ ഒരു BEd സിലബസിൽ നിന്നും ഒക്കെ ധാരാളം വ്യത്യാസമുണ്ട്. അപ്പോൾ അത് രണ്ടിലും ഏത് എന്ന് ചോദിക്കുമ്പോൾ ഈ ഓപ്ഷൻ, ഇയാളുടെ മുന്നിലുള്ള ഒരു ഓപ്ഷൻ, ഒരു ഏരിയകൾ സെറ്റാക്കി ഒരു പ്രൊഫഷണൽ ഡിഗ്രി കയ്യിലുണ്ടെന്നുള്ളൊരു കോൺഫിഡൻസോട് കൂടിയൊക്കെ പോവാൻ കുറച്ചും കൂടെ BEd വിത്ത് 4 ഇയർ ITEP പ്രോഗ്രാം എടുത്തതിന് ശേഷം റിസർച്ചിലേക്ക് പോകാമല്ലോ. റിസർച്ചിൻ്റെ പഠനം ഗ്രാജുവേഷനിൽ തന്നെ തുടങ്ങുന്നത് ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ്. പക്ഷെ എന്നാലും ആ ഒരു പോയിന്റ് ഇയാളുടെ ഉള്ളിൽ ഉണ്ടാവുമ്പോൾ അതിനനുസരിച്ച് ഇയാളുടെ പ്രൊജക്റ്റുകളും പേപ്പറുകളും ഒക്കെ ഇയാൾക്ക് സെലക്ട് ചെയ്ത് ചെയ്യാനുള്ള ഫ്രീഡം അവിടെ ഉണ്ടാവും. ഓക്കെ, അതാണ് എൻ്റെ ഒരു സജഷൻ. ദെൻ വേറെ എന്തായിരുന്നു? സെന്റ് ജോസഫ് ദേവഗിരി മൈക്രോബയോളജി അല്ലേ, അതല്ലേ ചോദിച്ചത്? ഇപ്പൊ സെന്റ് ജോസഫ് മൈക്രോബയോളജി ഇതുപോലെ തന്നെ പ്യുവർലി റിസർച്ച് ബേസ്ഡ് കോഴ്സാണ്. MSc മൈക്രോബയോളജി കഴിഞ്ഞതുകൊണ്ട് മാത്രം നമുക്ക് ഒരു ജോലി എന്നുള്ളതിനേക്കാൾ ഏറെ, കാരണം MSc മൈക്രോബയോളജി കഴിഞ്ഞ ജോലിക്ക് പകരം ഇവിടെ പ്രൊഫഷണൽ കോഴ്സ് ഉണ്ട്. BSc മെഡിക്കൽ മൈക്രോബയോളജി എന്ന് പറയുന്ന അലൈഡ് മെഡിക്കൽ സയൻസ് ഫീൽഡുകളിലെ കോഴ്സുകളുണ്ട്. അപ്പോൾ ആ കോഴ്സുകളാണ് അതിനെ പ്രൊഫഷണൽ രീതികളിലേക്ക് മാറ്റുന്നത്. MSc മൈക്രോബയോളജി കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസർച്ചും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇയാൾക്ക് മൈക്രോബയോളജി ലാബുകളിലൊക്കെ പോവാം. ബയോളജി, മൈക്രോബയോളജി, സുവോളജി ലാബൊക്കെ അടിപൊളി ലാബാണ് ദേവഗിരിയിൽ. ഓക്കെ, താങ്ക് യു. BEdനെ പറ്റി പറഞ്ഞതേ, ഇയാളുടെ റിസർച്ച്, ഞാനത് സ്പെസിഫിക് ആയിട്ട് പറയാൻ ആഗ്രഹിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇയാളുടെ റിസർച്ച് നിങ്ങൾ ഫിസിക്സിലാണോ കെമിസ്ട്രിയിലാണോ മാത്സിലാണോ എന്ന് വെക്കാം, അല്ലെങ്കിൽ ഇപ്പം BA BEd ആണെന്ന് വിചാരിക്കാം, അങ്ങനെയെങ്കിൽ ഹ്യൂമാനിറ്റീസ് ആർട്സിൽ ഏതെങ്കിലും ആയിരിക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ BEdന് പോകാതിരിക്കുകയാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. റിസർച്ചാണ് ഫോക്കസ് എങ്കിൽ BEd എന്തിന് BEd എടുക്കുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷെ ചിലപ്പം ചില ആളുകൾ വിചാരിക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അതിനെനിക്ക് ഉത്തരമില്ല എന്ന് പറഞ്ഞാൽ, BEd കൂടെ ഉണ്ടാവുമ്പോൾ അഥവാ റിസർച്ച് നിർത്തിപ്പോന്നു കഴിഞ്ഞാൽ നമുക്ക് ആ BEd ഉണ്ടെങ്കിൽ മാത്രമേ സ്കൂളുകളിൽ ടീച്ചറായിട്ട് കയറാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു വിചാരം കൊണ്ടായിരിക്കും BEd കൂടെ കൂട്ടുന്നത്. പക്ഷേ BEd NIT കാലിക്കറ്റിൽ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാം. അവർ ഫിസിക്സും പഠിക്കുന്നില്ല, കെമിസ്ട്രിയും പഠിക്കുന്നില്ല, മാത്സും പഠിക്കുന്നില്ല,
എഡ്യൂക്കേഷനും പഠിക്കുന്നില്ല. ഇതെല്ലാം കൂടി കൂട്ടി ചേർത്തിട്ട് ആകെ മൊത്തം അങ്ങോട്ട് ഈ ഐടെപ്പിൻ്റെ ഒരു ടോട്ടൽ ഫെയിലിയറാണ് ഞാൻ പറയുന്നത്. ഐടെപ്പിന് ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അപ്പം കെമിസ്ട്രി ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, ഫിസിക്സ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല, മാത്സ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. എഡ്യൂക്കേഷനായിട്ട് തന്നെ ഇപ്പോൾ ഒരു ബി എഡ് 1 ഇയർ 9 മാസം കൊണ്ട് പണ്ട് ബി എഡ് ചെയ്തൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് ഒരു 9 മാസം കൊണ്ട് ഒരാൾക്ക് ബി എഡ് കിട്ടിയിരുന്ന ഒരു എക്സ്പോഷർ പോലും ഇപ്പോഴത്തെ 4 വർഷം കൊണ്ട് ഒരാൾക്ക് കിട്ടുന്നില്ല. അപ്പം ആകെ മൊത്തം ടോട്ടൽ ഇതിങ്ങനെ ഇതിൻ്റെ ഒരു പരിതാപകരമായ അവസ്ഥ ഞാൻ നേരിട്ട് കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങളൊരു സയൻറ്റിഫിക് റിസർച്ചാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് അതിൽ കമ്മിറ്റ്മെൻറ്റും നിങ്ങൾക്ക് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള വ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ ബി എഡിന് പോകരുത്. നിങ്ങളവിടെ പിന്നെ ബി എഡ് എന്നുള്ള ആ ഒരു ടാഗ് നിർബന്ധം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോഴും ആളുകൾക്കൊരു വിചാരം ഉണ്ടാവും, ബി എഡ് ഇപ്പം കിട്ടി, ഇനിയിപ്പോൾ ബി എഡ് ഇല്ലല്ലോ, ഇപ്പം ഇപ്പം ലാസ്റ്റ് ഇപ്പം പി ജി കഴിഞ്ഞ ആളുകൾക്ക് മാത്രമേ ബി എഡ് ഓപ്ഷൻ ഉള്ളൂ. അല്ലാത്തവർക്ക് 2030 കൂടി ബി എഡ് എടുത്തെറിയപ്പെട്ടു. അപ്പം നിങ്ങളിപ്പം ഫസ്റ്റ് ഇയർ യു ജി ആണെങ്കിൽ, അല്ലെ നിങ്ങളിപ്പോൾ +2 ആണെങ്കിൽ നിങ്ങൾ 5 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ബി എഡിന് പോകുമ്പോൾ ആ സാധനം 2 ഇയർ ബി എഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സാധനം ഇപ്പം നിലവിലുണ്ടാവില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് റിസർച്ചിൽ എവിടെ എത്തിയില്ലെങ്കിൽ തൽക്കാലം ബി എഡിൻ്റെ ആ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് സ്കൂൾ ടീച്ചർ ആവാലോ എന്നുള്ളൊരു നോഷനാണ് നിങ്ങളെ സ്വാധീനിക്കുന്നുണ്ടാവുക. പക്ഷേ നിങ്ങൾക്ക് റിസർച്ചിൽ 100% കമ്മിറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ, ഫിസിക്സ് ആണ് നിങ്ങളുടെ സബ്ജക്റ്റ് എങ്കിൽ, ഫിസിക്സിൽ നിങ്ങൾ ഒരു ഫിസിസിസ്റ്റ് ആകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു സാധനം ഓപ്റ്റ് ചെയ്യാതെ പോകുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഡ്വൈസ്. കാരണം എൻ്റെ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ എനിക്ക് നേരിട്ട് കാണുന്ന ഒരു അഡ്വൈസ് ഇത് തന്നെ ആയിരിക്കും കുസാറ്റിലെ അവസ്ഥ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. NIT ഞാനതൊരു കുറ്റപ്പെടുത്തലില്ല, അത് ITEPയുടെ ഒരു പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾ ടീച്ചർ ആവാനുള്ള ലക്ഷ്യം ഉള്ളവർക്ക് കൃത്യമായിട്ട് ഡിസൈൻ ചെയ്ത സാധനം ആയതുകൊണ്ട് അതിനകത്ത് പോരായ്മകളുണ്ട്. പബ്ലിക്കായിട്ട് പറയണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്ത് പേഴ്സണലായിട്ട് വിളിക്കാൻ പറഞ്ഞത്. ഇനി ഡൗട്ടുകളൊന്നും ഇല്ലെങ്കിൽ അവസാനിപ്പിക്കാൻ തോന്നുന്നല്ലേ? റംല മാഡം, ഞാൻ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടോ? എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഇങ്ങനൊരു മെസ്സേജ് നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടുണ്ടോ? ഓക്കെ, വേറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചോളൂ. ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പേഴ്സണലായിട്ടുള്ള ചോദ്യങ്ങളാവാം, പിന്നെ അല്ലാത്ത ആവാം. ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കുകയും ചെയ്യാം. ഓക്കെ, ഈ പ്രൊസീഡ്. സർ അസ്സലാമലൈക്കും. സർ, എൻ്റെ മോളെ ഇപ്പൊ ACCM ചെയ്യുന്ന, പിന്നെ മദ്രാസ് IITയുടെ ഡാറ്റ അനലിറ്റിക്സ് ആൻഡ് മാനേജ്മെന്റും കൂടിയാണ് ചെയ്യുന്നത്. BS അല്ലേ? ഓക്കെ, BS. പിന്നെ ACCM കൂടിയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് പിന്നെ അത് രണ്ടും കൂടി ഇപ്പൊ നമുക്ക് മോൾക്കിപ്പോ ഉള്ള ഒരു ഡൗട്ട്, ACCA വരുമ്പോ ഇപ്പം ഫിനാൻസ് റിലേറ്റഡ് ആണല്ലോ, പക്ഷെ അവള് ഇൻട്രസ്റ്റഡ് ആണ് മദ്രാസ് IITയുടെ പിന്നെ BSൻ്റെതും. അപ്പൊ ഇത് രണ്ടിന്റെയും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെ, ചില നമുക്ക് കിട്ടിയ ഒരു ഒപ്പീനിയൻ രണ്ടും ഏകദേശം ഒരുപോലെ ആയിട്ട് വരുന്നുണ്ടോ? അപ്പൊ ഒരു കണക്ടിവിറ്റി നമുക്ക് അതിൽ ഫീൽ ചെയ്യുന്നില്ല. എന്താണ് ഇതിനുള്ള ഒരു സൊല്യൂഷൻ? ഇത് എന്താണ് അതിന്റെ ഇത്? പക്ഷെ അവള് രണ്ടിലും ഇൻട്രസ്റ്റ് ആണ്. നമുക്ക് BS IIT മദ്രാസ് എന്ന് പറഞ്ഞാൽ അത് ഡാറ്റ സയൻസ് പ്രോഗ്രാമാണ്. അത് ACCA ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ACCA എന്ന് പറഞ്ഞത് പ്യുവർലി പിന്നെ അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഈ ഒരു പെർസ്പെക്റ്റീവിൽ മാത്രം പോകുന്ന, കൊമേഴ്സുകാർ പോകുന്ന ഒരു അക്കൗണ്ടിങ് പെർസ്പെക്റ്റീവിൽ മാത്രം പോകുന്ന സാധനമാണ്. ഇത് രണ്ടിൻ്റെ ഓപ്പർച്യൂണിറ്റി ഓൾ ടുഗദർ ഡിഫറെൻ്റ് ആണ്. പക്ഷേ അക്കൗണ്ടിങ്ങിൽ ഡാറ്റ സയൻസ് ആപ്ലിക്കേഷനൊക്കെ വരുന്ന തരത്തിലേക്കുള്ള ഒരു നെക്സ്റ്റ് ലെവൽ പദ്ധതികളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ കുട്ടിക്ക് വേണമെങ്കിൽ ACCA കഴിഞ്ഞതുകൊണ്ട് ഈ അക്കൗണ്ടിങ്ങിൽ ഡാറ്റ സയൻസ് ആപ്ലിക്കേഷൻ്റെ സംഗതികളൊക്കെ ചേർത്തിട്ട് ഒരു പുതിയ മേഖല കണ്ടെത്താം വേണമെങ്കിൽ. അതർവൈസ് ഇത് രണ്ടാണ്. ഒന്ന് ഡാറ്റ സയൻസ് എന്ന വേറെ തന്നെ മേഖലയാണ്, ACCA എന്ന വേറെ തന്നെ മേഖലയാണ്. ഇത് രണ്ടും ഒരേ സമയത്ത് ചെയ്യാൻ കഴിയുന്നു, ഒരേ സമയത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നത് വലിയ കാര്യമാണ്. അതുകൊണ്ട് രണ്ടിൻ്റെയും സ്കോപ്പ് നിങ്ങൾക്ക് ഒരേ സമയത്ത് എൻജോയ് ചെയ്യാൻ പറ്റും. രണ്ടും ഒന്ന് ഓൺലൈൻ ആയതുകൊണ്ട് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന അവസ്ഥ ഉള്ളതുകൊണ്ടാണ് അവർ ACCA ചെയ്യുന്നത്. IIT മദ്രാസിൽ നേരിട്ടൊരു പ്രോഗ്രാം ചെയ്യാനുള്ള അവസരം കിട്ടി എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സൗകര്യമാണ്. അത് ഡാറ്റ സയൻസ് ഈസ് ദ ഫ്യൂച്ചർ. ഓക്കെ, അതിൻ്റെ ഒരു IIT മദ്രാസിൻ്റെ ഒരു ടോട്ടൽ എക്സ്പോഷർ കിട്ടിയില്ലെങ്കിലും
IIT മദ്രാസിലെ അധ്യാപകർ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഒരു കൃത്യമായ സംഗതി അവർക്ക് വരുമ്പോഴും അതിൻ്റെ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ മുന്നോട്ട് മെച്ചപ്പെട്ട സാധ്യതകളുള്ളത് കൊണ്ടും എന്തായാലും അത് മോശമാവില്ല. അതുകൊണ്ടൊരു ഒരു ഗുണത്തിലെത്താൻ പറ്റും. അവരതിനെ ആ രീതിയിലാണ് ഇത് പാക്കേജ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് 1 ലക്ഷം ആളുകളെയാണ് അവർ ടാർഗറ്റ് ചെയ്തത്. 1 ലക്ഷം ആയിട്ടില്ല. അപ്പോൾ 1 ലക്ഷം ആളുകൾ ഒരേ സമയത്ത് ക്ലാസ്സിൽ ഇത് പഠിപ്പിക്കാൻ പറ്റുന്നതിന് പകരമാണ് അവർ ഓൺലൈൻ പാക്കേജ് കൊണ്ടുവന്നത്. അതെല്ലാം കോവിഡിൻ്റെ ഒരു ഔട്ട്കമാണ്. അതേ സമയത്ത് ACC എന്ന് പറഞ്ഞാൽ അതൊന്ന് ടോട്ടലി ഡിഫറെൻ്റ് ആയ ഒരു പ്ലാറ്റ്ഫോമാണ്, ഡിഫറെൻ്റ് ആയ ഒരു ഓറിയൻറ്റഡ് സാധനമാണ്. ഇതിന് രണ്ടിനെയും ക്ലബ് ചെയ്യാൻ മേലെന്ന് വേണമെങ്കിൽ എനിക്ക് ഇത് കഴിഞ്ഞിട്ടൊരു സംഗതിയൊക്കെ ഉണ്ടാക്കിയെടുക്കാമെങ്കിലും രണ്ടിൻ്റെയും ഓറിയൻറ്റേഷനും രണ്ടിൻ്റെയും അടിസ്ഥാനവും ലക്ഷ്യവും വേറെയാണെന്നുള്ളത് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ബാക്കിയുള്ളത് കൗൺസിലേഴ്സ് ആഡ് ചെയ്യുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. ഞാൻ മറുപടി പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. റജീന മാഡം ഓക്കെ അല്ലേ? ഓക്കെ സാർ, ക്ലിയർ ആണ്. ഞാൻ പിന്നീട് സാറിനെ കോണ്ടാക്ട് ചെയ്യാം. എനിക്ക് ഒന്നും കൂടെ കുറച്ച് ക്ലാരിറ്റി വേണ്ട. ഓക്കെ ഓക്കെ ഓക്കെ. ഗുഡ് മോർണിംഗ് സർ. ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ 3rd ഇയർ BA ഇംഗ്ലീഷ് സ്റ്റുഡൻ്റ് ആണ്. ഈ FYUGPന്റെ ഫസ്റ്റ് ബാച്ച് ആണ്. അപ്പോൾ എനിക്ക് ഈ ഡിഗ്രി കഴിഞ്ഞിട്ട്, അതായത് എനിക്ക് 3 ഇയറിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ മീഡിയ ആൻഡ് ജേർണലിസം ഫീൽഡിൽ പോകണമെന്നാണുള്ളത്, അബ്രോഡ്. അപ്പോൾ സാറ് പറഞ്ഞ പോലെ ഈ അബ്രോഡിൽ ഇപ്പം 4 ഇയർ ഇംപ്ലിമെന്റ് ചെയ്തു. അതുപോലെ തന്നെ PG ഇപ്പോൾ 1 ഇയർ ആണ്. അപ്പോൾ ഞാൻ ഈ 3 ഇയർ ഡിഗ്രി ആയിട്ട് ഇപ്പോൾ അവിടെ ചെന്നാൽ എനിക്കതൊരു ബാരിയർ ആവോ? അല്ലെങ്കിൽ ഇപ്പം നാട്ടിൽ എന്തായാലും എനിക്ക് തോന്നുന്നത് PG 2 വർഷം ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ 3 ഇയർ ഇവിടെ നിർത്തിയിട്ട് നാട്ടിൽ തന്നെ 2 ഇയർ മീഡിയ ആൻഡ് ജേർണലിസം ഫീൽഡിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്? കുറച്ചുകൂടി 4 ഇയർ ഡിഗ്രി ആണ് എന്ന് വെച്ചിട്ട് 1 ഇയർ PGക്ക് 4 ഇയർ UG വേണമെന്ന് നിഷ്കർഷിക്കുന്നില്ല. ഓക്കെ, അതായത് അബ്രോഡിൽ 4 ഇയർ ഡിഗ്രി വേണമെന്നില്ല PG ചെയ്യാൻ. 3 ഇയർ ഡിഗ്രി കഴിഞ്ഞ് ചെന്നാലും നിങ്ങൾക്ക് അവിടുത്തെ PG പ്രോഗ്രാമിന് 1 ഇയർ PG ആണോ 2 ഇയർ PG ആണോ ഏത് PGക്കായാലും നിങ്ങൾക്ക് അവിടേക്ക് PG അഡ്മിഷന് വേണ്ടി നിങ്ങൾക്ക് ഇവിടുത്തെ UG അഡ്മിഷൻ മാത്രം മതി. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇവിടെ BCom കഴിഞ്ഞ ആളുകൾ, ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോള് അയർലാൻഡിൽ പഠിക്കുന്നത് 1 ഇയർ UG പ്രോഗ്രാമാണ്, MSc ഫിനാൻസ് ആണ്. ഓക്കെ, അവരിവിടെ BCom കഴിഞ്ഞിട്ടാണ് പോയത്, 3 വർഷത്തെ BCom കഴിഞ്ഞിട്ടാണ് പോയത്. അപ്പം അടിസ്ഥാനപരമായിട്ട് ഇതൊക്കെ പറയുമെങ്കിലും നിങ്ങൾക്ക് അവിടെ മീഡിയ ആൻഡ് ജേർണലിസത്തിന് അഡ്മിഷൻ 3 ഇയർ UG കഴിഞ്ഞാൽ കിട്ടുമോ എന്നുള്ളത് ഇപ്പൊ തന്നെ അന്വേഷിക്കാം. അന്വേഷിച്ചിട്ട് അത് അഡ്മിഷൻ കൺഫേം ആണെങ്കിൽ 3 ഇയർ കഴിഞ്ഞൊന്ന് ഇറങ്ങിക്കോ. അതിനെ വെയിറ്റ് ചെയ്യണ്ട. അവിടെ 4 ഇയർ കഴിഞ്ഞാലേ അവിടെ കിട്ടും എന്നുള്ളതല്ല. മാത്രമല്ല അവിടെ കുറെ ഈ പറഞ്ഞതൊക്കെ കുറച്ച് പൈസയുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അടിസ്ഥാനപരമായിട്ട് അഡ്മിഷനൊക്കെ പൈസയുടെ അടിസ്ഥാനത്തിലാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റും. ബാക്കിയെല്ലാം പേപ്പറിൽ നമ്മളിങ്ങനെ ഭംഗിവാക്കിൽ ഒതുങ്ങും. ഓക്കെ, അപ്പം പിന്നെ ആ 1 ഇയർ PG കൊണ്ടുവന്ന് കേരളത്തിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ PSC അഡ്മിഷൻ കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PSCയിൽ ഒരു എടുക്കലുണ്ടാവില്ല, അത് വേറെ കാര്യം. ഓക്കെ, അപ്പൊ അതൊക്കെ അതിന്റെ ഒരു ആംബിഗ്വിറ്റി അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ 1 ഇയർ PG കൊണ്ട് നിങ്ങളുടെ ലക്ഷ്യം കമ്മ്യൂണിക്കേഷൻ ജേർണലിസം മേഖലയിലുള്ള ജോലിയാണെങ്കിൽ ഇവിടുന്ന് 3 ഇയർ കഴിഞ്ഞിട്ട് അവിടെ ഒരു UG 1 ഇയർ അഡ്മിഷൻ കിട്ടില്ല. ഇനിയിപ്പോൾ അവിടെ 2 ഇയർ UG അഡ്മിഷൻ PG അഡ്മിഷനും ഉണ്ട്. ഇപ്പൊ US പോയി കഴിഞ്ഞാൽ 2 ഇയർ PG ഉണ്ട്. 2 ഇയർ അല്ല, യൂറോപ്പിൽ തന്നെ 2 ഇയർ PG ഉണ്ട്, 1 ഇയർ PG ഒക്കെ ഉണ്ട്. അത് പല യൂണിവേഴ്സിറ്റികൾ പല രീതിയിലാണ് ഓഫർ ചെയ്യുന്നത്. ചിലപ്പോൾ മീഡിയ കമ്മ്യൂണിക്കേഷൻ ഒക്കെ എനിക്ക് തോന്നുന്നത് 2 ഇയർ PG തന്നെ ആയിരിക്കും. നിങ്ങൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ടോ? യൂണിവേഴ്സിറ്റീസ് നോക്കുന്നുണ്ട്, അബ്രോഡ് ചിലത് കാണുന്നുണ്ട് 2 ഇയേഴ്സ് ഉള്ളത്. സർ പറഞ്ഞ 1 ഇയറും ഉണ്ട്. അത് പിന്നെന്താ പറയുക, 1 ഇയർ എടുക്കണോ 2 ഇയർ എടുക്കണോ എന്നുള്ളത് ഞാൻ ഇവിടുന്ന് പറഞ്ഞതിനേക്കാൾ നല്ലത് നിങ്ങളുടെ സാഹചര്യമാണ്. കാരണം 1 ഇയർ പഠിക്കാനുള്ള ചെലവും 2 ഇയർ പഠിക്കാനുള്ള ചെലവും ഒരു പ്രധാന ഘടകമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ജേർണലിസം മേഖലയിൽ നിങ്ങൾ പിന്നെ എക്സൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 ഇയർ കഴിഞ്ഞാൽ 3 ഇയർ കഴിഞ്ഞ് 4 ഇയർ കഴിഞ്ഞാലേ അവിടെ കിട്ടുമെന്ന് വിചാരിക്കേ വേണ്ട. നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിക്ക് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അതുകൊണ്ട് അതിന്റെ സെർച്ചിങ് ഒരു വഴിക്ക് നടത്തിയിട്ട് അത് ആക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഇപ്പൊ അടിയന്തരമായിട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ആ തീരുമാനം ഇപ്പൊ ആയില്ലെങ്കിൽ എന്ത് ചെയ്യാം? ആ തീരുമാനം എടുക്കാൻ സമയം കൂടുതൽ എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം? ആ കോഴ്സ് ഇവിടെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. നിങ്ങളാരും നിർത്താനൊന്നും ആരും പറയുന്നില്ലല്ലോ. അപ്പം അതും ഘടകമാണ്. അല്ലാതെ യൂറോപ്പിൽ മൊത്തമായിട്ട് 4 ഇയർ കഴിഞ്ഞാൽ മാത്രമേ അഡ്മിഷൻ കിട്ടുള്ളൂ എന്ന് തെറ്റിദ്ധരിക്കണ്ട.
അടിസ്ഥാനപരമായിട്ട് പല യൂണിവേഴ്സിറ്റികളും പൈസയാണ് അടിസ്ഥാനം എന്നാണ് നമ്മുടെ ആൾക്കാർക്ക് ഉള്ള കൃത്യമായ ധാരണ. അപ്പോൾ നിങ്ങൾ ഇന്റർനാഷണൽ ഏജൻസികളൊക്കെ പലതും ഉണ്ടല്ലോ നാട്ടിൽ, അവരോടൊക്കെ ഒന്ന് കൺസൾട്ട് ചെയ്യുക. മെറിറ്റാണ് അടിസ്ഥാനമെങ്കിൽ, മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഫെലോഷിപ്പോട് കൂടിയുള്ള അഡ്മിഷൻ ആണെങ്കിൽ, റെപ്യൂട്ടഡ് യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ നിങ്ങൾ 4 year UG വേണം. ഓക്കെ സർ, താങ്ക് യു. നിർത്താം അല്ലേ? ശരി. ലുക്മാൻ സർ ഒന്ന് കൺക്ലൂഡ് ചെയ്താൽ. പ്രിയപ്പെട്ടവരെ, വിദ്യാഭ്യാസ രംഗം പുതിയ കോലത്തിലേക്കും ഭാവത്തിലേക്കും വരുന്ന അനർഘ നിമിഷത്തിൽ സിജി നടത്തിക്കൊണ്ടിരിക്കുന്ന സൺഡേ ഓൺലൈൻ ആസ്ക് ഫ്രം ഹോം അനുശുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അറിവുകളെ ശേഖരിക്കുകയും നോളജ് വിസ്ഫോടനം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ കൺഫ്യൂഷനും ആശങ്കകളും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ടീച്ചേഴ്സിനുമൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു പരിധിവരെ പരിഹരിക്കാൻ സിജി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സിജിയുടെ ഓൺലൈൻ കൂട്ടായ്മയിലും അതുപോലെയുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളൊക്കെ സിജി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടികളുടെ കരിയർ ഗൈഡൻസ് രംഗത്ത് 10ാം ക്ലാസ്സിനും 12നും ശേഷമുള്ള അഭിരുചികളൊക്കെ അറിയാനുള്ള ടെസ്റ്റുകളൊക്കെ സിജി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കോഴിക്കോട്, മലപ്പുറം, തിരൂരൊക്കെ അതിന് സൗകര്യമുണ്ട്. ഏതായാലും ഇന്ന് പങ്കെടുത്ത മുഴുവൻ പാർട്ടിസിപ്പൻറ്റിനും ക്ലാസ് നയിച്ച സാറിനും റംല മാം, മറ്റു സിജി പ്രവർത്തകർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ ഏവർക്കും ഒരിക്കൽ കൂടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഓൾ ഓഫ് യു. ഓക്കെ, അസ്സലാമു അലൈക്കും. Assalamu alaikum. Thank you, sir. Thank you so much.